നെറുകയിൽ മയിൽപ്പീലി തുള്ളിക്കളിക്കും പാലത്തിൽ ലോലഗോരോജനവരതിലകം മെല്ലവേ വേർപ്പിൽ മായും ലീലാരംഗേ പരിമൃദു പവിഴച്ചുണ്ടിലാർദ്രാനുരാഗം കോലും കാർവർണ്ണ കണ്ണനൊരു മുരളികയായി കാഴ്ചവയ്ക്കും നിവേദ്യം. റെഡിയോ? ഞാൻ റെഡി, പക്ഷെ എന്റെ പുസ്തകം റെഡിയല്ല. എന്ത് പറ്റി മോളെ? എന്റെ പുസ്തകം കാണുന്നില്ല ഡാഡി. വളരെ മോശം, വളരെ മോശം. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും വേണമെന്ന് ഡാഡി എപ്പോഴും പറയാറില്ലേ? പുസ്തകം എവിടെയാ വെച്ചെന്ന് ഓർക്കുന്നില്ല ഡാഡി. ഓരോന്ന് സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ചാൽ ഇങ്ങനെ തേടി നടക്കേണ്ടി വരുമോ? സോറി ഡാഡി, ടൈം എന്തായി? മൈ ഗാഡ്, എന്റെ ലിസ്റ്റ് വെച്ചവിടെ ഞാൻ കണ്ടില്ല ഡാഡി. ചേടാ, നാശമായല്ലോ. ഡാഡി എവിടെയാ വെച്ചത്? ഓർമ്മയില്ല മോളെ. വളരെ മോശം, വളരെ മോശം. ഓരോന്ന് സൂക്ഷിക്കേണ്ട അടുത്ത് സൂക്ഷിക്കണ്ടേ ഡാഡി? ക്ഷമിക്കണം മോളെ, നാളെ മുതൽ സൂക്ഷിക്കാം. ഇപ്പൊ അത് തപ്പിയെടുക്കാൻ മോള് കൂടി ഡാഡി സഹായിക്കണം. എന്താ നോക്കി നിൽക്കുന്നത്? ഓഫീസിൽ പോകുന്നില്ലേ? അല്ല, ഞാൻ ഓഫീസിൽ പോണോ അതോ പള്ളിക്കൂടത്തിൽ പോണോ? ഇത് അങ്ങോട്ടാണോ തന്നെ? ഈ അമ്മയ്ക്ക് ഒരു ശ്രദ്ധയില്ല ഇല്ലേ ഡാഡി? വലിയ സാമർത്ഥ്യക്കാരി. പിന്നെ വൈകിട്ട് വേഗം വരില്ലേ? പിന്നെ അല്ല, വൈകിട്ട് വരുമ്പോ എന്തോ വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് എന്നോട് പറഞ്ഞിരുന്നല്ലോ. അതിപ്പോഴേ മറന്നോ? ഓവൽറ്റി. കറക്റ്റ് കറക്റ്റ്, ഓവൽറ്റി ഓവൽറ്റി ഓവൽറ്റി. നല്ല ആള് തന്നെ. ഒരു വീട് വാങ്ങാൻ 25,000 രൂപ ലോൺ അനുവദിക്കണമെന്ന് മിസ്റ്റർ ജയരാജന്റെ ഒരു അപേക്ഷയുണ്ട്. ഞാനും കണ്ടു സാർ. ആർക്കും ലോൺ കൊടുക്കേണ്ടെന്നാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ തീരുമാനം. അതുകൊണ്ട് തൽക്കാലം വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്യാൻ പറയും. സാറ് തന്നെ ഒന്ന് വിളിച്ചു പറയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പ്ലീസ് കാൽ. താൻ ഈ പെണ്ണും പടക്കോഴി ഇല്ലാതെ എങ്ങനെയാണോ ആ എസ്റ്റേറ്റിൽ കഴിയുന്നത്? ഇടോ, അവിടെ പിടിപ്പത് ജോലിയുണ്ട്. പിന്നെ ആഴ്ച തോറും കൂലി കൊടുക്കാനുള്ള കാശ് വാങ്ങാൻ ഇങ്ങോട്ട് വരുമ്പോഴാണ് അല്പം റെസ്റ്റ് കിട്ടുന്നത്. മിസ്റ്റർ ജയദേവനെ എം ഡി വിളിക്കുന്നു. ഞാൻ ഇപ്പൊ വന്നേക്കാം. ഇരിക്കും മിസ്റ്റർ ജയദേവ്. കമ്പനി പുതിയതായി വാങ്ങിയ എസ്റ്റേറ്റുകളുടെ ബാധ്യതകൾ തീരുന്നവരെ ആർക്കും ലോൺ കൊടുക്കേണ്ടെന്നാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ തീരുമാനം. സർ, ഒരു മാസം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. അതിനകം വീട് വാങ്ങിയില്ലെങ്കിൽ അത് പോകും. സാറൊന്ന് ശ്രമിച്ചാൽ. ഐ എം വെരി സോറി മിസ്റ്റർ ജയദേവൻ. തൽക്കാലം നിങ്ങൾ ഇത് മറ്റെവിടെന്നെങ്കിലും സാധിക്കും. അടുത്ത ബോർഡ് മീറ്റിംഗിൽ നിങ്ങളുടെ കാര്യം ഞാൻ പ്രത്യേകം ശുപാർശ ചെയ്യാം. ശരി സർ. മിസ്റ്റർ ജയദേവൻ, ലോണിന്റെ കാര്യം തഥൈവ അല്ലേ?
ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടോ അവര് തരില്ലെന്ന്. വീടിന്റെ കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കമ്പനിയുടെ കീഴിൽ 6 എസ്റ്റേറ്റുകളുണ്ട്. പുതിയതായി ഇപ്പോൾ ഒന്ന് വാങ്ങിക്കുകയും ചെയ്തു. വർഷാവർഷം ലക്ഷക്കണക്കിന് ഉറുപ്പിയുടെ ടേൺ ഓവറാണ്. പക്ഷേ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു ജോലിക്കാരൻ 10 പൈസ കടം ചോദിച്ചാൽ വളരെ കൈവളത്തി കാണിക്കും. എടോ, വാങ്ങുന്ന പണത്തിന് പലിശ കൊടുക്കാമോ? ന്യായമായ പലിശ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാ എസ്റ്റേറ്റിന്റെ അടുത്തൊരു ചിട്ടിക്കാരനുണ്ട്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. തനിക്ക് യോഗം ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച വരുമ്പോൾ ഞാൻ കാര്യം ശരിപ്പെടുത്തിക്കൊണ്ടിരാം. എങ്കിൽ ഞാൻ ജയിച്ചു. മുളകിൽ മായം പുളിയിൽ മായം കടയിൽ ഉള്ളതു സർവവും മായം. കുറുപ്പേട്ടൻ കടയിൽ പോയിട്ട് വന്നപ്പോഴേക്കും കവിയായോ? കുറുപ്പേട്ടെന്നല്ല, കൊച്ചമ്മ പോയാലും കവിയാവും. ഈ കടയിലിരിക്കുന്ന സാധനങ്ങളിൽ എന്തൊക്കെയാണ് മായം ചേർക്കുന്നതെന്ന് ദൈവത്തിന് പോലും അറിയാൻ പാടില്ല. അത് സാധനങ്ങളുടെ കാര്യം. ഇനി മനുഷ്യരുടെ കാര്യം എടുത്താലോ? വായിൽ കൂടെ വരുന്നതാണോ മനസ്സിലിരിക്കുന്നത്? സർവത്ര മായമാണ്. ഇതാണ് മായാപ്രപഞ്ചം. മായാപ്രപഞ്ചത്തിൽ പാടാൻ പോകണോ? പാടണ്ടേ? ആ, അതെ, പാട്ട് പാടേണ്ടത് ടെലിഫോണും പറയുന്നു. ഞാൻ പറയാം. ഹലോ, സുലോചന ഹിയർ. ആര്? വിമലയോ? എന്താ വിശേഷം? സൗഖ്യമാണോ? ഈ വീടിന്റെ അപ്സ്റ്റേറോ? ആ, ഒഴിഞ്ഞെടുക്കാണ്. എന്താ വേണോ? അപ്സ്റ്റേറിന്റെ എന്റെ കയ്യിലാണുള്ളത്. ഇവിടെ വന്നാൽ എല്ലാ മുറിയും തുറന്നു കാണിച്ചുതരാം. വാടകയോ? അതൊക്കെ ഹൗസ് ഓണറായിട്ട് സംസാരിച്ചാൽ മതി. അതെ, ഹൗസ് ഓണർ ഇവിടെ അടുത്ത് തന്നെയാണ് താമസം. നാളെ തന്നെ വന്നാട്ടെ. ആ, കൊച്ചമ്മയെ കാണാൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പാർട്ടി വന്നേ. പാർട്ടിയോ? അതെ, ഒരു തള്ളയും മോളാണെന്നാ തോന്നുന്നു. എവിടെ? കൂടെ വന്ന നിങ്ങളായിരുന്നു തിരുവനന്തപുരം പാർട്ടി? ഞാൻ വിചാരിച്ചു വേറെ ആരോന്ന്. അത് ചോദിക്കാനുണ്ടോടി? സുലോചനെ കണ്ടാൽ അറിഞ്ഞൂടെ? എന്നാലും എന്റെ സുലോചന, നീ ഭയങ്കര ഭാഗ്യമുള്ളോളാ. അല്ലെങ്കിൽ പിന്നെ അണ്ണ കല്യാണം നടന്നിരുന്ന. നമുക്ക് അകത്തേക്ക് പോകാം. വരൂ. തിരുവനന്തപുരത്ത് നിന്ന് നേരെ വരുന്ന വഴിയാണ്. ഞങ്ങൾ എറണാകുളത്ത് എത്തിയിട്ട് 2 ദിവസമായി. ചേട്ടന് കോടതിയിലല്ലേ ജോലി? ഞങ്ങൾ ചേട്ടനെ കാണാവുന്നതാ. കൂടെ സുലോചനെ കാണാവുന്ന വരും. അതേതായാലും നന്നായി. ആ ഊണും കാപ്പി ഒന്നും വേണ്ട കേട്ടോ, ഞങ്ങൾ ഉടനെ പോണം. എന്നാലും അങ്ങനെയൊന്നുമില്ലല്ലോ. അകത്തുണ്ട്. തിരുവനന്തപുരം പാർട്ടിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാം. വിളിക്കാം. വേണ്ട. ആരായി തിരുവനന്തപുരം പാർട്ടി? കൊച്ചമ്മയുടെ പഴയ അയലന്തത്തുകാരെ. ഓഹോ, സംസാരിച്ച് കഴിയട്ടെ. ആ കുറുപ്പേ, നീ പോയി 2 ചുരുട്ട് വാങ്ങിട്ടു. അല്ല സുലോചനെ, ഇപ്പോഴത്തെ ഭർത്താവിനെ പഴയ കാര്യങ്ങൾ വല്ലതും അറിയാവോ? ഇപ്പോഴത്തെ ഭർത്താവോ? അമ്മ എന്ത് വിവരക്കടായി പറയുന്നത്? വിവരക്കേടോ? ഇത് കേട്ട സുലോചന ഈ പെണ്ണ് പറയുന്നത്? നിന്നെ ആ ഡോക്ടർ ഗോപകുമാർ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞിരുന്നല്ലേ? നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞാണെന്നല്ലേ നാട്ടുകാരൊക്കെ പറയുന്നത്? നാട്ടുകാർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? നമ്മൾ ഇതൊക്കെ പറയാനാണ് ഇങ്ങോട്ട് വന്നതമ്മേ. ഞാനിപ്പോ എന്താ പറഞ്ഞ അടി വല്ല നീ പറഞ്ഞത്? ഞാൻ വല്ല നോണയും പറഞ്ഞു സുലോചനെ? നിങ്ങളുടെ കല്യാണത്തിന്റെ ക്ഷണത്തിൽ ഒരു അച്ചടിച്ചല്ലായിരുന്നോ? ഇങ്ങനൊക്കെ പറയണോ? അല്ല സുലോചനെ, അന്ന് ആ കല്യാണം എന്താ നടക്കാതെ പോയത്? ആളുകൾ പലതും പറയുന്നുണ്ട്. ഏതാ നേര്? വേണ്ട വേണ്ട, അമ്മ ഇനി ഇവിടെ നിൽക്കണ്ട. ഈ അമ്മയ്ക്ക് അറിയേണ്ടാത്ത കാര്യങ്ങളൊന്നുമില്ല. വരൂ പോകാം. ആ പോട്ടെ സുലോചന, ഈ പെണ്ണ് ഇവിടെ നിർത്തുന്നില്ല. പണ്ടത്തെ കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ ഭർത്താവിനെ അറിയിക്കരുത്. മതി യാത്ര പറഞ്ഞത്. എന്നാ പോട്ടെ സുലോചനെ. ഞാൻ അറിയാത്ത സുലോചനയെ സുലോചനയോ? അച്ഛൻ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറെ നേരമായി. അവർ പറഞ്ഞതൊക്കെ കേൾക്കുകയും ചെയ്തു. അതിന് നീ ഇത്ര വിഷമിക്കുന്ന എന്തിന്? ഒരു കാര്യം ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഞാൻ അറിഞ്ഞത് എന്റെ മകൻ അറിയരുത്. ഞാൻ ഒരിക്കലും അവനോട് ഇത് പറയില്ല. ആ സ്ത്രീ പറഞ്ഞത് മുഴുവനും ശരിയല്ല അച്ഛാ. ശരിയാവാം, തെറ്റാവാം. വിവാഹത്തിന് മുമ്പ് ആൺകുട്ടികളും പെൺകുട്ടികളും എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും വിവാഹത്തിന് ശേഷം ആവർത്തിക്കരുത്. ഏതായാലും ഈ കാര്യങ്ങളൊന്നും നീ ഒരിക്കലും എന്റെ മോനോട് പറയരുത്. അവൻ ലോലഹൃദയനാണ്. ഇതൊന്നും താങ്ങാനുള്ള കരുത്ത് അവനുണ്ടാവില്ല. വിവാഹത്തിന് മുൻപായാലും പിൻപായാലും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ.
അന്ന് എന്താ സംഭവിച്ചെന്ന് ഞാൻ അച്ഛനോട് പറയാം. വേണ്ട മോളെ, എനിക്കത് കേൾക്കണ്ട. ഞാനൊരു വക്കീലാണ്. എന്തൊക്കെ സംഭവിച്ചിരിക്കാമെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. അത് പോരച്ഛ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് അച്ഛനെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് എന്റെ മനസ്വസ്ഥതയ്ക്ക് ആവശ്യമാണ്. ശരി, പറയൂ. ഞാനും ഡോക്ടർ ഗോപകുമാരൻ തമ്മിൽ സ്നേഹമായിരുന്നു. ഒടുവിൽ ആ ബന്ധം വീട്ടിലറിഞ്ഞു. എന്റെ അച്ഛൻ എതിർത്തില്ല. ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു. ക്ഷണക്കത്തുകളും അച്ചടിച്ചു. ഒരു ദിവസം വിവാഹസാരിയുടെ നിറത്തെക്കുറിച്ച് ചോദിക്കാൻ ഞാൻ അദ്ദേഹത്തിന്റെ ഡിസ്പെൻസറിലേക്ക് കയറി ചെന്നു. പ്ലീസ്, ആരെയും അകത്ത് വിടരുന്ന ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നെയും? ആരെയും? അതെന്താ അത്ര വലിയ രഹസ്യം? അത് എന്തായാലും ഞാൻ പോലും അറിയാൻ പാടില്ലാത്ത രഹസ്യം എന്റെ ഗോപേട്ടന് വേണ്ട. അയ്യോ, പിന്നെ എന്റെ ജോലി പോകുന്ന കാര്യമോ? മാറിക്കാനാ പറഞ്ഞു. ഇല്ല, ഇനിയും എന്നെ പറഞ്ഞ് പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. ഞാൻ ഗർഭിണിയാണ്. നിങ്ങളെന്നെ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞത് വിശ്വസിച്ചാണ് ഞാൻ ഇതുവരെ ക്ഷമിച്ചത്. ചേട്ടാ, ഇതെന്തൊരു പാട്. നിന്നെ വിവാഹം ചെയ്യലെന്ന് ഞാൻ പറഞ്ഞോ? എങ്കിൽ ഇന്ന് വിവാഹം നടക്കണം. ഇല്ലെങ്കിൽ ഞാനിവിടെ തലവലിച്ചാകും. അല്ലാതെ തിരിച്ചു പോകുമെന്ന് വിചാരിക്കണ്ട. അയ്യോ, എന്റെ പൊന്നിലത് ഈ വക കാര്യങ്ങൾക്കൊക്കെ നീ ഇങ്ങനെ വാശി പിടിച്ചാലോ? നോക്കി, നീ ഗർഭിണിയല്ലേ? ഈ സമയത്ത് നീ ദേഷ്യം പിടിച്ചാലേ എന്റെ കുഞ്ഞിനെ തകരാറ്. ലളിത വീട്ടിൽ പോ, എല്ലാ കാര്യത്തിനും ഞാൻ സമാധാനം ഉണ്ടാക്കാം. എങ്ങനെയാ സമാധാനം ഉണ്ടാക്കാൻ പോകുന്ന ഞാൻ പറഞ്ഞു. നിങ്ങൾ സുലോചന എന്നൊരു സ്ത്രീ വിവാഹം കഴിക്കാൻ പോവുമല്ലേ? വിവാഹത്തിന് ക്ഷണക്കത്തോടെ അടുത്തില്ലേ? എടിയും മണ്ടി, ഇതിനാണോ നീ കിടന്ന് ഈ ബഹളം വെക്കുന്നേ? ഇതൊക്കെ വേറൊരു ഒരു ഡക്ക് വേലയില്ലയോ? ഈ സുലോചന വലിയ പണക്കാരിയാണ്. അവളെ വിവാഹം കഴിച്ചാല് പണം മുഴുവൻ എനിക്ക് കിട്ടും. അതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? ആഹാ, എന്താ പ്രയോജനമൊന്നും? വിവാഹം നടന്നാൽ ആ പണം മുഴുവൻ എനിക്ക് കിട്ടും. കിട്ടിയാല് നമുക്കിപ്പൊ ജീവിക്കുന്നതിനേക്കാൾ സുഖമായിട്ട് കഴിയാം. പിന്നെ സുലോചനയുടെ കാര്യം, അവളൊരു ഭാര്യ എന്നൊക്കെ പറഞ്ഞ് അവിടെ കാണാൻ കിടന്നോളൂ. നമുക്ക് രണ്ടുപേർക്കും സുഖമായിട്ട് കഴിയുകയും ചെയ്യാം. വേണ്ട വേണ്ട, എനിക്കിപ്പോ അങ്ങനെ ചോദിക്കണ്ട. എനിക്ക് ജീവനുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു ഭർത്താവാകാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഈ ദുഷ്ടൻ എന്റെ ഭർത്താവാകാൻ ഞാനും സമ്മതിക്കും. സുലോചന എപ്പോ വന്നു? വരേണ്ട സമയത്ത് തന്നെ വന്നു. ലളിതപ്പല്ലേ? ഞാൻ സ്വല്പ രഹസ്യം സംസാരിക്കാനുണ്ട്. ഇല്ല, എനിക്ക് നിങ്ങളോട് രഹസ്യമൊന്നും സംസാരിക്കാനില്ല. ക്ഷമിക്കണം സഹോദരി. കുറച്ചു മുമ്പ് നിങ്ങൾ പറഞ്ഞ സുലോചന ഞാനാണ്. നിങ്ങളെ എനിക്ക് പരിചയമില്ലെങ്കിലും നിങ്ങൾ ചെയ്തെന്ന ഉപകാരത്തിന് ഞാൻ എന്നും നന്ദിയുള്ളവളായിരിക്കും. ഈ മനുഷ്യന്റെ തനിനിറം എന്താണെന്ന് നിങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നു. അയ്യോ, ഇവിടെ പറഞ്ഞ മുഴുവൻ സത്യമാണെന്നാണ് സുലോചന വിചാരിച്ചിരിക്കുന്നത്. പിന്നല്ലാതെ ഞാൻ പറഞ്ഞ മുഴുവൻ സത്യമാണ് സഹോദരി. ഞാൻ ചികിത്സിക്കുന്ന ഒരു മാനസിക രോഗിയാണ്. ആരോ ചതിച്ച് ഗർഭിണിയാക്കി. പാവം. ഇപ്പൊ ആരെ കണ്ടാലും കല്യാണം കഴിക്കണം എന്ന് പറയാ. എടാ പരമദ്രോഹി, നിന്റെ തലയിൽ എടുത്തു വീഴുമെടാ. എന്നെ നശിപ്പിച്ചതും പോരാഞ്ഞിട്ട് എനിക്കിപ്പോ ഭ്രാന്താണെന്ന് പറയുകയാണല്ലേ? കണ്ടോ, ഇതാണ് രോഗലക്ഷണം. ഇനി എന്നെ നിങ്ങൾ വഞ്ചിക്കാമെന്ന് കരുതണ്ട. നിങ്ങൾ എന്നെയല്ല സ്നേഹിച്ചത്, എന്റെ പഴത്തിയാണ്. ഈ സമയത്ത് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഈശ്വരനാണ്. വിവാഹത്തിന് ശേഷമാണ് ഞാനിതൊക്കെ അറിഞ്ഞതെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ. ഈശ്വരൻ എന്നെ രക്ഷിച്ചു. ഈ നിൽക്കുന്ന സഹോദരിയും ഒരിക്കൽ കൂടി നന്ദി. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാം. എന്നെ വഞ്ചിച്ച പോലെ രാമകൃഷ്ണൻ നായർ, കല്ലുപുരയിൽ വീട്, കായംകുളം. നീലകണ്ഠപ്പിള്ള, പരുത്തിക്കാട് വീട്, ചാത്തനാട്, ആലപ്പുഴ. പിന്നെ ക്ഷണക്കത്തിൽ കുറച്ച് വച്ചേക്കിനെ. സുലോചനയ്ക്ക് അവളെ കൂട്ടുകാരികൾക്ക് അയക്കാനുണ്ട്. ആ, മോള് വന്നല്ലോ. മോളെ, നിന്റെ കൂട്ടുകാരികളുടെ അഡ്രസ് കൂടി കൊടുത്തേക്കും. ഈ കൂട്ടത്തിൽ അയച്ചേക്കാം. ഈ കല്യാണം നടക്കില്ല, നടക്കാൻ പാടില്ല. അയാള് നീചനാണ്, വഞ്ചകനാണ്, ദ്രോഹിയാണ്. സുലോചന, എന്താ ഇത്? എന്തുണ്ടായി മോളെ? നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. അങ്ങനെയാണ് ആ വിവാഹം മുടങ്ങിയത്. ഞാനും ഗോപകുമാരും തമ്മിൽ വെറും സ്നേഹബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ വഞ്ചകനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആ ബന്ധം അവസാനിപ്പിച്ചു. ഇതാണ് സത്യം. ഈശ്വരനെ ഓർത്ത് അച്ഛനിത് വിശ്വസിക്കണം. എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയായിരുന്നു മോൾ ഇതൊക്കെ പറഞ്ഞത്. അത് വേണ്ടിയിരുന്നില്ല. മോള് നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് ഞാനിതൊക്കെ കേട്ടെന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇതൊന്നും എന്റെ മോൻ അറിയരുത്. അവൻ ദുർബലനാണ്, തകർന്നു വീണുപോകും. അതെനിക്കറിയാൻ പറ്റ. എന്നാൽ പിന്നെ മറ്റൊന്നും പറയാനില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് കരുതൂ. കഴിഞ്ഞതെല്ലാം മറന്നേക്കും. ഞാൻ ഇറങ്ങട്ടെ മോളെ.
ശാരദേ ഒരു പാക്ക് വരൂ. നിന്റെ വെറ്റിലുണ്ടോ? ആ എന്നാ ഇട്, നമുക്ക് ചവയ്ക്കാം. അല്ലേ ജോലിയാ മാറി കൊച്ചുകൊടുത്താൻ പറയാം. പല്ല് കുരുവർക്ക് തെച്ചിട്ട് വെറ്റിലും പകലും വായിലിട്ടത് പാലിരുന്നൊക്കെ അത് ഉച്ച കയറിയിട്ട് മതി. ഓ ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടോ? ഞാൻ കൂടി വരുന്നത് കാശായിട്ടാ. ശ്വാസം വിടാൻ ജോലി ചെയ്യണം, എന്നാലേ കെട്ടണം തീരുള്ളൂ. അപ്പോ വ്യക്തികളുടെ നേരെ നടന്നു പോയാൽ മതി. ഇതൊന്നും കണ്ടാൽ മയങ്ങുന്ന നല്ല കമ്പ. എന്താ പണിക്കരി ചേട്ടാ? ഈ പല ജോലി ചെയ്യുന്നേ കണ്ണ് തപ്പിപ്പോയി തളർത്ത് വളർന്നു പറയാ. ചേട്ടന്റെ ബംഗ്ലാവിന്റെ 2 നില കൂലിക്ക് കൊടുത്തോ? പറ്റിയ ആളെ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാൽ നല്ലൊരു പാർട്ടി വന്നിട്ടുണ്ട്. ആരായിരുന്നാലും വേണ്ടില്ല, 6 മാസത്തെ വാടക അഡ്വാൻസ് ആയിട്ട് കിട്ടും. അതെന്തൊരു മര്യാദയുടെ ചോദ്യം ചേട്ടാ. നാട്ടിൽ നടപ്പുള്ള കാര്യം പറ. ഏതോ വാടകക്കാർ കൂടുതൽ എന്റെ കൈ വെച്ചിരിക്കുമ്പോൾ അവർക്ക് നല്ലതാ. പൊറുതി മതിയാക്കി ഇവിടെ പോകുമ്പോഴല്ലോ ഞാൻ വണ്ടിക്കൂലി കൊടുക്കേണ്ടി വരും. ചേട്ടനല്ലേ കൊടുക്കുന്ന ആള്. അത് 3 മാസത്തെ വാടകയുടെ അഡ്വാൻസ് വരും. ഏതാ പാർട്ടി? സാർ വന്നിട്ടുണ്ട്, വരും. ഇതാ കാപ്പി. അല്ല നമസ്കാരം. ഞാൻ വിചാരിച്ച സാറുമല്ല ഈവനിങ് വാക്കിനും പോയിരിക്കുന്നു. ഞാൻ അങ്ങനെയൊന്നും പോകില്ല പണിക്കരെ. ഓഫീസ് വിട്ടാൽ വീട്, വീട് വിട്ട ഓഫീസ്. സുലോചനെ പണിക്കര് കാപ്പി കൊടുക്കും. അയ്യോ ഈ കാപ്പി ഒന്നും മതി. എനിക്ക് അപ്സ്റ്റേറിന്റെ കീ ഇങ്ങോട്ട് കിട്ടിയാൽ മതി. അതെന്തിനാ പണിക്കരുത്? നല്ല ഫസ്റ്റ് ക്ലാസ് ഒരു പാർട്ടി. 3 മാസത്തെ വാടക അഡ്വാൻസ്, മാസാമാസമുള്ള വാടക കൃത്യമായിട്ട് കിട്ടി. പണിക്കരെ കോളടിച്ചല്ലോ. നിങ്ങളെയൊക്കെ അനുഗ്രഹം പണിക്കര് അഡ്വാൻസ് വാങ്ങിയ അഡ്വാൻസ് ഇല്ലെങ്കിൽ പിന്നെ പണിക്കരുണ്ടോ? ആരോട് ചോദിച്ചുകൊണ്ടാ പണിക്കര് അഡ്വാൻസ് വാങ്ങിച്ചത്? അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. അഡ്വാൻസ് വാങ്ങാൻ പോകുന്ന വിവരം നിങ്ങൾ എന്നോട് പറഞ്ഞോ? അല്ല, ഒരു ചെറിയ സംശയം. ഈ വീട് നിങ്ങളുടേതോ എന്റേതോ? ആ കാര്യമല്ല ചോദിച്ചത്. അയ്യോ, ആ കാര്യത്തിൽ സംശയം തീർത്തിട്ട് മുന്നോട്ട് പോയാ മതി. ഈ വീട്ടിലെ എനിക്ക് അവകാശമില്ലെങ്കിൽ പിന്നെന്തിനാ സംസാരിച്ച് സമയം കളയുന്നത്? പണിക്കര് എന്തു പറഞ്ഞാ ഞങ്ങളെ താക്കോൽ ഏൽപ്പിച്ചത്? അപ്സ്റ്റർ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വാടി കൊടുക്കാനല്ലേ? എന്ന് വെച്ചൊരു പാർട്ടി വന്ന് അഡ്വാൻസിന്റെ കയറ്റുന്നത് വാങ്ങിക്കാൻ എനിക്ക് അവകാശമില്ലേ? പണിക്കര് പറയുന്നത് ശരിയല്ലേ? പണിക്കരുടെ വീട് പണിക്കർക്ക് ഇഷ്ടമുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കാം. നമുക്ക് എന്താ കാര്യം? എന്നാലും ഒരു മര്യാദ വേണ്ടേ? അയാളല്ലേ നമ്മളെ താക്കോൽ ഏൽപ്പിച്ചത്. നമ്മളോട് ചോദിക്കാതെ വേറെ ആൾക്ക് വാടി കൊടുക്കുന്നത് ശരിയാണോ? നമ്മളെന്താ അയാളുടെ താക്കോൽ സൂക്ഷിപ്പുകാരാണോ? അയ്യോ, പാർട്ടി ഹാളടിക്കുന്നു. അതാണ് ഞാൻ പാർട്ടി. ഡോക്ടർ ആരെയും കൂടെ ഉണ്ട്. ഒരു 5 നിമിഷം അവിടെ താക്കോൽ നോക്കിയെടുക്കാം. ഇപ്പൊ അയ്യോ, താക്കോൽ ഈ വേഗം എടുത്തതാ. ഡീസന്റ് പാർട്ടിയാ. കാലെടുത്ത് മുഷിപ്പിച്ചാലേ പാടോ പറയും. ഇല്ല, താക്കോല് തരില്ല. അപ്സ്റ്റർ എനിക്ക് വേണം. അതെന്തിന്? ഇവിടെ തന്നെ നമുക്ക് കൂടുതലല്ലേ? നമുക്ക് വേണ്ടിയല്ല, എന്റെ ഒരു കൂട്ടുകാരിക്ക് അപ്സ്റ്റർ വേണമെന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കാമെന്ന് സമ്മതിച്ചു. അപ്പൊ ഞാൻ വാങ്ങിച്ച വാടകയോ? അതങ്ങ് തിരിച്ചു കൊടുത്താൽ മതി. അവര് മറ്റേതെങ്കിലും വീട് വാടകയ്ക്ക് എടുത്തോളൂ. അത് സുലോചനയുടെ കൂട്ടുകാരിക്കാകാൻ പാടില്ലേ? അതൊന്നും പറ്റില്ല. എന്റെ കൂട്ടുകാരി ഇവിടെ താമസത്തിന് വന്നാൽ എനിക്ക് അതൊരു സഹായമാണ്. ചേട്ടാ, ഇതിന് മാറണമായല്ലോ. പാടുപെട്ട് വീട് കിട്ടി എനിക്ക് ഇവിടെ യാതൊരു അവകാശമില്ലെന്നോ? ആരാ ആ കാറില്? തക്ക സമയത്ത് വക്കീൽ സാർ വന്നല്ലോ. വക്കീൽ സാറേ, ഇവിടെ ഒരു നിയമപ്രശ്നം, അതിന് പരിഹാരം സാറ് തന്നെ ഉണ്ടാക്കണം. എന്തു പറ്റി? ഈ വീടിന്റെ ഉടമസ്ഥാവകാശം എനിക്കാണോ എന്ന്. ഇപ്പൊ അങ്ങനെ ഒരു സംശയം തോന്നാൻ കാര്യമുണ്ട് വക്കീൽ സാറേ. ഈ വീട് കെട്ടിയ എനിക്ക് ഇത് വാടകയ്ക്ക് കൊടുക്കാനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിവരം ഇപ്പൊ അറിയണം. ഇതിലെവിടെയാ നിയമപ്രശ്നം? പണിക്കരുടെ വീട് വാടകയ്ക്ക് കൊടുക്കാൻ പണിക്കർക്കല്ലാതെ മറ്റാർക്കാ അവകാശം? പക്ഷെ സമ്മതിക്കുന്നില്ലല്ലോ. ചോദിച്ചു നോക്ക്. ഈ പണിക്കർ എന്താ ഈ പറയുന്നത്? എതിർകക്ഷി സുലോചനയാണ്. സുലോചനയോട് തന്നെ ചോദിച്ചു നോക്കുന്നതാണ് നല്ലത്. അച്ഛാ, എന്റെ ഒരു കൂട്ടുകാരിക്ക് അപ്സ്റ്റർ വേണമെന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കാമെന്ന് സമ്മതിച്ചും കഴിഞ്ഞു. അതിനിടയ്ക്ക് പണിക്കര് പോയി മറ്റാരുടെ അടുത്ത് അഡ്വാൻസ് വാങ്ങിച്ചുകൊണ്ടുവന്നിരിക്കണം. കൂട്ടുകാരുടെ വാക്ക് പറഞ്ഞു വരും ഞാൻ അറിഞ്ഞു. കേട്ടോ വക്കീൽ സാറേ, ഒരു ഡീസന്റ് പാർട്ടി അഡ്വാൻസുമായിട്ട് എന്റെ വീട്ടിൽ വന്നു. ഞാൻ കഴിഞ്ഞിട്ട് വാങ്ങിക്കുകയും ചെയ്തു. ഇനി വീട് കൊടുക്കില്ലെന്ന് പറയാൻ നോക്കൂ. ഈ വിവരം സുലോചനയുടെ കൂട്ടുകാരെ അറിയിച്ചാൽ പോരെ? കാര്യം തീർന്നില്ലേ? ഇതിക്കുള്ള തീരുമാനം ആർക്കെങ്കിലും പറയാൻ നോക്കൂ. ഇനിയെങ്കിലും ആ താക്കോൽ ഇങ്ങനെ തരണം. എടുത്തു കൊടുത്തേക്കും മോളെ. ഇവിടെ ഞങ്ങളോട് ഒന്നിച്ച് താമസിക്കാൻ വരുന്നവർ
എങ്ങനെയുള്ളവരാണെന്ന് ഞങ്ങൾ കൂടെ അറിഞ്ഞിരിക്കണ്ട അച്ഛാ. അതൊക്കെ നമ്മൾ എന്തിനാ അറിയുന്നത്? അവരവരുടെ പോർഷനിൽ കഴിയും, നമ്മൾ നമ്മുടെ പോർഷനിൽ കഴിയും. അല്ലാതെന്താ? അങ്ങനെ വിചാരിച്ചാ മതിയോ? വല്ല കള്ളന്മാർ കൊലപാതകങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് എന്തൊക്കെയായാലും ശരി, ഇപ്പൊ വന്നിരിക്കുന്ന ഈ പാർട്ടിക്ക് വീട് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. സുലോചന എന്താ ഇങ്ങനെ അർത്ഥമില്ലാതെ സംസാരിക്കുന്നത്? ആളുകൾ എങ്ങനെ പേടിക്കണം? കള്ളന്മാരെയും കൊലപാതകങ്ങളെയും നോക്കാൻ ഞങ്ങളില്ലേ ഇവിടെ? ഞാനില്ലേ? ആ താക്കോലങ്ങ് എടുത്തു കൊടുത്തേക്കും മോളെ. സുലോചനയ്ക്ക് മടിയാണെങ്കിൽ ഞാൻ എടുത്തു കൊടുക്കാം. ഒരു വലിയ നിയമപ്രശ്നം വക്കീൽ സാർ വന്നുകൊണ്ട് നിസ്സാരമായിട്ട് പരിഹരിക്കപ്പെട്ടു. വലിയ ഉപകാരം. ആരെങ്കിലും വന്ന് താമസിച്ചോട്ടെ, അതിന് മോളെന്തിനാ ഇങ്ങനെ അസ്വസ്ഥയാകുന്നത്? എന്തോ എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ. ഒരു 10 രൂപയ്ക്ക് ചില്ലറ തരാമോ? ടാക്സിക്കാരന് കൊടുക്കാനാ. തരാമല്ലോ. ഡോക്ടറുടെ വിശേഷമാണ്. അതെ. എന്താ മോളെ? മോളിൽ താമസിക്കാൻ വന്നിരിക്കുന്നത് ആ മനുഷ്യനാണ്. ആര്? ഡോക്ടർ ഗോപകുമാർ. അതുകൊണ്ടാണ് മോൾ എതിർത്തതല്ലേ? എനിക്കത് മനസ്സിലായില്ല. ഏതായാലും കണ്ടിട്ട് നല്ല മനുഷ്യരാണെന്ന് തോന്നുന്നു. സുലോചനയുടെ കൂട്ടുകാരിയാണ് വന്നിരുന്നതെങ്കിൽ സുലോചനയ്ക്ക് മാത്രമേ കൂട്ടാവുമായിരുന്നു. ഇപ്പൊ ഭാര്യയും ഭർത്താവും ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂട്ടായി. ഏതായാലും വൈകുന്നേരം തന്നെ ഒരു പാർട്ടി വെച്ച് നമുക്ക് അവരെ ക്ഷണിച്ചോട് പരിചയപ്പെടുക. വേണ്ട വേണ്ട, പരിചയപ്പെടുകയും കാപ്പി കുടിയൊന്നും വേണ്ട. അവരവരുടെ പോഷണം താമസിക്കുക. ഏതെവിടെയാണ് ജാമ്പിലെ കണിയിട്ടുള്ളത്? ആരാണോ ഈ ഡ്രാഗ് കൊണ്ടുപോകണം? എന്ത് പറ്റി മനസ്സിലായി? 3 മാസത്തെ വാടക അഡ്വാൻസ് ആയിട്ട് തരുമെന്നുള്ള കണ്ടീഷനിൽ വീട് വാടക കൊടുക്കുക. അഡ്വാൻസ് ഇപ്പൊ തരും എന്ന് പറയാൻ തൂങ്ങിയുന്നു. എന്നിട്ടെന്താ കിട്ടി? എവിടെ സാമാനമൊക്കെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞോ പറയാ ഇന്ന് ബാങ്ക് അവധിയാണ്, നാളെ വന്ന് മേടിച്ചോന്ന്. ആളെ അണ്ടന ഇടപെടണമൊന്നുമല്ല, ഡോക്ടറാ. കുത്തിന് വിളിക്കാനും വയ്യ. നാളെ രാവിലെ തന്നെ വാങ്ങിച്ചോണം. പലിശ പോയിടും. താൻ ഈ പലിശ എന്ന് പറഞ്ഞ ജീവങ്ങളെ എന്തിനാ? അത് അനുഭവിക്കാനൊരു സന്തതി ഉണ്ടോ? ഒരു കൊച്ചുണ്ടായാലും എന്തോ നേരം വേണോടോ? ഒരു ഗോമതി ദൈവം തമ്മിലെ കണ്ണു വന്നാൽ നാളെ എന്റെ ഗോമതി പിന്നെ പേറും പറപ്പും ഒക്കെ തന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അതിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്. 3 മാസം കഴിയുമ്പോ എന്റെ ഗോമതി ബാബു ഛർദിക്കും. അത് ഗുമ്മ വന്നാലും ഛർദിക്കാം. എന്റെ കരുതാക്കുന്നു പറയാളൂ. എപ്പോഴാ വരുന്നത്? ഞാൻ നേരത്തെ വരും. വന്നിട്ട് നമുക്ക് രണ്ടുപേരും കൂടെ പുറത്തു പോകണം. നീ ഒരുങ്ങിയിരിക്കണേ. ഞാൻ ഇപ്പോഴേ റെഡിയാണ്. ഇപ്പോഴേ റെഡി ആയണ്ട, വൈകിട്ട് റെഡി ആയാൽ മതി. ബൈ. ഒന്ന് പരിചയപ്പെടുന്നതിൽ എന്താ തെറ്റ്? അതൊന്നും വേണ്ട, പിന്നെ അത് ശല്യമായി തീരും. അദ്ദേഹം ഡോക്ടറാണ്. വല്ല അത്യാവശ്യത്തിനും നമുക്ക് മറ്റെങ്ങും ഓടാതെ കഴിയാമല്ലോ. നമുക്ക് നമ്മുടെ ഫാമിലി ഡോക്ടറില്ലേ? എന്നാലും മോളിൽ താമസിക്കുന്ന ഒരു മനുഷ്യരല്ലേ? ഒന്ന് പരിചയപ്പെട്ടാൽ നീ ഇവിടെ തനിച്ചിരുന്ന് മുഷിയുമ്പോ ഡോക്ടറുടെ ഭാര്യയ്ക്കൂടെ ഒന്ന് സംസാരിക്കുകയും ചെയ്യാമല്ലോ. എനിക്ക് അങ്ങനത്തെ കൂട്ടുകെട്ട് വേണ്ട. ഞാൻ ആരാണെന്ന് നോക്കട്ടെ. ആരായിരുന്നാ നമുക്കെന്താ? ചേടാ, ഇത് കൊള്ളാം. ആരോ വാതിൽ നോക്കുന്നു. തുറക്കാതിരിക്കണം. നീ കൈവിട. നമസ്കാരം. നമസ്കാരം. ഞാൻ മുകളിൽ താമസിക്കുന്ന ഡോക്ടറുടെ ഭാര്യയാണ്. ഓ, ഒരു ഫോൺ ചെയ്താൽ കൊള്ളാമായിരുന്നു. അതിനെന്താ? ഫോൺ ചെയ്തോ. അതിനെന്താണാ? സോറി, പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ഫോൺ ചെയ്യുന്നു. ഒന്നും സാരമില്ല. നമ്മുടെ അയൽവാസിയല്ലേ, ഫോൺ ചെയ്തോട്ടെ. ഫോൺ അതായിരിക്കും. താങ്ക് യു. അച്ഛൻ പറഞ്ഞു മറന്നുപോയോ? അച്ഛനങ്ങനെ പലതും പറയും. അതൊക്കെ കേൾക്കാൻ തുടങ്ങിയാലേ ഈ ഭൂമുഖത്തുവിന് ജീവിക്കാൻ പറ്റൂല. ഹലോ, നിർമ്മലയല്ലേ? അതെ, ഞാൻ രജനി. എവിടുന്നാ വിളിക്കുന്നത്? പുതിയ വീട്ടിൽ നിന്നാണോ? അതെ, പുതിയ വീട്ടിൽ തന്നെ. നീ എനിക്കൊരു സഹായം ചെയ്യാമോ? ഇന്നെനിക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ലേ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്താ അസുഖമില്ലേ? അസുഖമൊന്നുമല്ല. ഞങ്ങൾ ഇന്ന് ഒരു പരിപാടി പ്ലാൻ ചെയ്തിരിക്കുക. എന്താ, രണ്ടുപേരും കൂടി നേരം വെളുക്കുന്നത് വരെ പോടി? അതൊന്നുമല്ല. പിന്നെന്താ പരിപാടി? അതൊക്കെ നാളെ കാണുമ്പം പറയാമടി. എടി, ഒന്ന് സഹായിക്കടി പ്ലീസ്. ശരി ശരി, താങ്ക് യു വെരി മച്ച്. ഇതാ. എന്താ അത്? ഫോൺ ചാർജ്. അത് വേണ്ട. ഞാനിങ്ങനെ കൂടെ കൂടെ ഒന്ന് ബുദ്ധിമുട്ടിക്കും. ഇതൊരു ബുദ്ധിമുട്ടാണോ? ആട്ടെ,
നൈറ്റ് ഡ്യൂട്ടിയുടെ കാര്യം പറയുന്നു കേട്ടല്ലോ. എന്താ ജോലി? ഞാൻ ഇവിടുത്തെ ആശുപത്രിയിൽ ഒരു നേഴ്സാണ്. പേര് രജനി. എന്റെ പേര് സുലോചന. അത് നേരത്തെ മനസ്സിലാക്കി. അതെങ്ങനെ? ബിന്ദുമോൾ പറഞ്ഞു. വന്നിറങ്ങിയപ്പോഴേ ഞങ്ങൾ അവളുമായി പരിചയപ്പെട്ടു. അത് ശരി. ആട്ടെ, കൂടെയുള്ളതാരാ? എന്റെ ഭർത്താവാണ്, ഡോക്ടർ ഗോപകുമാർ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. ഓഹോ. അദ്ദേഹത്തിന് കൊച്ചുകുട്ടിയുടെ സ്വഭാവമാണ്. എപ്പോഴും ഞാൻ കൂടെ ഉണ്ടായിരിക്കണം ചേച്ചി. ക്ഷമിക്കണം, ഞാൻ ചേച്ചിന്ന് വിളിച്ചോട്ടെ? പിന്നെന്താ, വരൂ വരൂ, ഇരിക്കൂ. എനിക്കിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും മരിച്ചു. സഹോദരന്മാരാരുമില്ലേ? ഒരനുജനുണ്ട്. അവനും കൽക്കട്ടയിലാണ്. അവിടെ എന്ത് ചെയ്യുന്നു? സിഎക്ക് പഠിക്കുന്നു. അവനൊരു ജോലി കിട്ടി കാണണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. അത് നടന്നില്ല. അവനെ പഠിപ്പിക്കാനുള്ള പണം എന്നെ ഏൽപ്പിച്ചിട്ടാണ് അച്ഛൻ മരിച്ചത്. ഇവിടെ വേറെ ബന്ധുക്കളാരുമില്ലേ? ആരുമില്ല. അതുകൊണ്ട് ചേച്ചിയെ കണ്ടപ്പോൾ എന്റെ സ്വന്തം ചേച്ചിയായി തോന്നി. എന്നെ ചേച്ചിയുടെ അനുജത്തിയായി സ്വീകരിക്കുന്നതിൽ വിരോധമുണ്ടോ? വിരോധമോ? എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആട്ടെ, നിങ്ങളുടെ വിവാഹം എങ്ങനെയായിരുന്നു? എന്നുവെച്ചാ പ്രേമവിവാഹമായിരുന്നു. അതേക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാൻ ചേച്ചി. എനിക്ക് അല്പം ജോലിയുണ്ട്. ഞാൻ വരട്ടെ. അങ്ങനെയാട്ടെ. ഒഴിവുള്ളപ്പോൾ മേലോട്ട് വരണം കേട്ടോ. എനിക്ക് അങ്ങനെ ഒഴിവുണ്ടാവാറില്ല. എങ്കിലും വേണമെന്ന് വെച്ചാൽ ഉണ്ടാകാതിരിക്കില്ലല്ലോ. ഞാൻ പോയിട്ട് വരട്ടെ. ചാർജ് ഫോൺ ചെയ്തെന്റെ ചാർജ് ഞാൻ വാങ്ങിച്ചില്ല. കാര്യം ഒരു അയൽവാസി വന്ന് ഫോൺ ചെയ്ത് വെച്ച് ചാർജ് വാങ്ങും. അത് ശരി. അവള് കയറി നിന്നെ ചേച്ചി എന്നൊക്കെ വിളിച്ചപ്പോ ഫോൺ ചെയ്ത ചാർജും വേണ്ടെന്ന് വെച്ചു അല്ലേ? നിനക്കൊരു പുതിയ കൂട്ടുകാരി കിട്ടിയില്ലേ? എനിക്കും ഒരു പുതിയ കൂട്ടുകാരനെ വേണം. ഞാൻ പോയി ഡോക്ടർ ഗോപകുമാറിനെ വിളിച്ചോണ്ട് വരാൻ പോകാം. വേണ്ട വേണ്ട വേണ്ട, വേറെ ആണുങ്ങളൊന്നും ഇവിടെ കൂട്ടിക്കൊണ്ടില്ല. അതെന്താ ആണുങ്ങൾക്ക് ഇത്ര ഭയമാണോ? ഭയല്ല, അച്ഛൻ പറഞ്ഞു മറന്നു. അച്ഛൻ പറഞ്ഞത് സുലോചന തന്നെ തെറ്റിച്ചില്ലേ? ഇനി എന്തിന്? ആശുപത്രിയിൽ നിന്നായിരിക്കും അല്ലേ? എങ്ങനെ ഇരിക്കുന്ന അസുഖമൊക്കെ? മരുന്ന് കഴിക്കേണ്ടത് കഴിച്ചാലല്ല രോഗം മാറും. എന്റെ കുഴപ്പമാണല്ലേ പറയുന്നത്? ഞാൻ ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹത്തിന് സന്താനയോഗമില്ല. നീ ഈ മരുന്നെല്ലാം കൂടെ കൂടി കോഴി കുടിച്ച് ശരീരം വൃത്തിയാതാക്കി കളയുന്നു. ആര് കുടിക്കുന്നു? മരുന്ന് ഞാൻ മഴച്ചോട്ടിൽ ഒഴിക്കുക. എന്നാലും എന്റെ ഒരു തലയിലെടുത്ത് എത്ര നല്ല ആലോചനകൾ വന്നാന്നറിയാമോ? ഒടുവിൽ വന്നുപെട്ടത് ഇക്കാലന്റെ കയ്യിൽ. ഏതായാലും കാശും ചക്രമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കൊച്ചുങ്ങളില്ലെങ്കിലും സൂക്ഷിക്കാവുന്ന അത്ര സൂക്ഷിക്കും. ദേ കിടക്കുന്നു. കുറുപ്പിയേട്ടനെ അറിയില്ല അയാളുടെ പ്രകൃതം. അറത്ത കൈക്ക് ഉപ്പ് തേക്കിയില്ല. ഉണ്ടാക്കുന്നതെല്ലാം നിന്റെ കയ്യിലോട്ടല്ലേ തരുന്നത്? എവിടുന്നാ? ഒരു കുപ്പി ചാന്ത് വാങ്ങിക്കാൻ 1 രൂപ വേണമെങ്കിൽ 10 ദിവസം പുറകെ നടക്കണം. ഈ കാശൊക്കെ എവിടെ കൊണ്ട് പതുക്കി വെച്ചിരിക്കുന്നു? എനിക്കറിയില്ല. പകല് കെട്ടാൻ പണിയാ. വീട്ടിലിരിക്കാൻ നേരമില്ല. പക്ഷെ ഒറ്റ കാശ് അവിടെ കാണുന്നില്ല. ബാങ്കിൽ ഇടുന്നുണ്ടായി. ബാങ്കിലിടയില്ല. പണ്ടങ്ങാണ്ടൊരു ബാങ്ക് പൊളിഞ്ഞപ്പോ ഇങ്ങനെ ഒരു 47 രൂപ പോയിട്ടുണ്ട്. അന്ന് മുതൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ പേടിയാ. പിന്നെ ചക്രമൊക്കെ എവിടെ പോകുന്നു? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എനിക്കൊരു സംശയമുണ്ട് ഗോപൻ. എന്താ? ഇയാൾക്ക് വേറെ കുറ്റി വല്ലതും ഉണ്ടോ? എന്ന് വെച്ച് കെട്ടിടം പണിയുന്നിടത്ത് നല്ല ബബ്ലൂസ് നാരങ്ങ പോലുള്ള മൈക്കാട്ട് പണിക്കാരി പെമ്പിള്ളേരുണ്ട്. അവരിൽ ആരെങ്കിലും ആയിട്ട് കയറി മുട്ടിയിട്ടുണ്ടോ? രാത്രി ഉറക്കത്തിൽ കിടന്ന് ചില പെണ്ണുങ്ങളുടെ പേര് വിളിച്ചു പറഞ്ഞ് കാശിന്റെ കണക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ വരട്ടെ. നീ ഇത്ര മണ്ടിയായി പോയല്ലോ പെണ്ണെ. എന്താ ചേട്ടാ? ഈ ഉണ്ടാക്കുന്ന കാശെല്ലാം പോകുന്നത് ആ വഴിക്കാ. നീ സൂക്ഷിച്ച് നിന്നില്ലെങ്കിലുണ്ടല്ലോ കിടപ്പാടം വരെ പോകും. ഞാൻ പറഞ്ഞേക്കാം. ചേട്ടൻ പോ. ഇതിന്റെ 2 അറിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് പോകുന്നുള്ളൂ. നീ എവിടെ പോകുന്നു? പണിസ്ഥലത്തേക്ക്. അങ്ങേരെ കറക്കിയെടുക്കുന്ന മൈക്കാട് കയറി ഞാനൊന്ന് കാണട്ടെ. നീ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കുമ്പോഴേ ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞേക്കല്ലേ. 440, 445, 450. ഇപ്പൊ ഇത് മതിയോ? മതി. സ്വർണ്ണം ഉണ്ടല്ലോ, ഒരച്ചു വാങ്ങിക്കണം. നെക്ലേസ് ആണെങ്കിൽ ഒരു 1.5 പവന് വരും. മാലയാണെങ്കിൽ ഇച്ചിരി താഴോട്ടിറങ്ങും. പിന്നെ നമ്മുടെ ഈ ഇടപാടൊന്നും എന്റെ ഭർത്താവ് അറിയരുത്. എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന എല്ലാ പെണ്ണുങ്ങളുടെയും ഭർത്താക്കന്മാരറിയാതെയാ ഞാനിത് ചെയ്യും. അതോ ഞാൻ സമ്മതിക്കൂ? എന്നാ ഞാൻ വരട്ടെ. എന്തിനാണ് ഇപ്പൊ നിന്റെ കണ്ണി പുറത്തുപോയത്? നീ എന്റെ ഭർത്താവിന്റെ കാശൊക്കെ പുറമെന്നല്ലേ നിന്നെ ഞാൻ നോക്കി. ഇവളാരാ? നിങ്ങളുടെ വെപ്പാട്ടിയോ? എവിടുന്ന് കിട്ടി കാശ്? 1.5 ചക്രത്തിന് കൂലി വില ചെയ്യുന്ന ഇതൊക്കെ എവിടെ കിട്ടി? പച്ചലോട്ട് തന്നെ. ഓ ദൈവമേ, ഇതാണോ കാര്യം? നിങ്ങളൊക്കെ പോയന് ഗോമതി, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു.
ഇവിടെ ഒരു മാല വാങ്ങിക്കാൻ വേണ്ടി ആഴ്ചതോറും വാങ്ങിക്കുന്ന കൂലിയുടെ ഒരു പങ്ക് എന്റെ കയ്യിൽ നിർത്തിപ്പറ്റിരുന്നു. അത് പെരുകി പെരുകി ഇത്രയായതാ. നിങ്ങൾ എന്തിനാ പെരുക്കി പെരുക്കി ഇത്ര ആക്കിയത്? ഇൻട്രസ്റ്റ്. എന്താണ് വലിയ ഇൻട്രസ്റ്റ്? പലിശ. അവളുടെ കാശിൽ നമുക്ക് പലിശ കിട്ടുന്നു. അതല്ലേ ഞാൻ കൈവച്ച് പെരുക്കിയത്. ഓഹോ, ഇതാണോ കാര്യം? ഞാൻ വേറെ എന്തോന്നാണെന്ന് വിചാരിച്ചു. നീ അങ്ങനൊന്നും വിചാരിക്കരുത് ഗോമതി. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ഞാൻ പണം നിക്ഷേപിക്കുന്നെങ്കിൽ ഈ ബാങ്കിൽ നിക്ഷേപിക്കും. നമ്മുടെ പേരിന്റെ പൊരുത്തം തന്നെ നോക്ക്. കംസൻ ഗോമതി വരിക പോകാതിരിക്കുക. ഇവിടെ വന്നതിന് ശേഷം ഡോക്ടർ ഗോപകുമാർ മോളെ കണ്ടോ? ഇല്ലെന്നാ തോന്നുന്നു. കാണാതിരിക്കാൻ ഞാൻ വളരെയേറെ ശ്രമിക്കുന്നുണ്ട്. അത് എത്ര നാളത്തേക്ക് സാധിക്കും? ഒരു കെട്ടിടത്തിന് മുകളിലും താഴത്തും താമസിക്കുന്നത് പരസ്പരം കാണാതിരിക്കാൻ പറ്റുമോ? എനിക്കൊന്നും അറിയില്ല. മോൾ ഇവിടെ താമസിക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ അയാൾ അപ്സ്റ്റെയർ വാടകയ്ക്ക് എടുത്തത്? അതും എനിക്കറിയില്ല. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കൊരു നിശ്ചയമില്ല. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് മർക്കടപുഷ്ടി പിടിച്ചിട്ടെങ്കിലും ഈ പോർഷൻ അയാൾക്ക് വാടകയ്ക്ക് കൊടുക്കാതെ സൂക്ഷിക്കാമായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഏത് നിമിഷം പൊട്ടിവിടാവുന്ന നിലയിൽ എന്റെ തലയ്ക്ക് മുകളിൽ ഒരു വാൾ തൂങ്ങിക്കിടക്കുന്ന പോലെ തോന്നുന്നച്ചാ. അങ്ങനെയൊന്നും പേടിച്ചിട്ട് കാര്യമില്ല മോളെ. ഏതായാലും മോളൊരു കാര്യം സൂക്ഷിക്കണം. ഡോക്ടർ ഗോപകുമാറും മോളും തമ്മിലുണ്ടായിരുന്ന ബന്ധം എന്റെ മോൻ അറിയരുത്. അറിഞ്ഞാൽ അങ്ങനെ ഒരു ആപത്ത് നേരത്തെ ഒഴിവാക്കുന്നല്ലേ നല്ലത് അച്ഛാ. കഴിഞ്ഞതൊക്കെ അദ്ദേഹത്തോട് ഞാൻ തുറന്നു പറയാം. നോ, ആപത്ത് വലിച്ച് തലയിൽ വെക്കരുത്. മറ്റുള്ളവരുടെ കാര്യത്തിൽ എത്രയേറെ ഹൃദയവിശാലത കാണിച്ചാലും സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ പുരുഷനിൽ നിന്നും അത് പ്രതീക്ഷിക്കരുത്. ഈ കാര്യം അവൻ അറിയരുത്. നീ പറയുകയായിരുന്നു. ശരി അച്ഛാ. എന്നാ ഞാൻ പറട്ടെ. ഞാൻ പഠിച്ച ഈ വിദ്യാർത്ഥി എന്നെങ്കിലും ചുമ്മിക്കയറ്റണം. തനിക്ക് വിദ്യാഭ്യാസമുണ്ടോ, വിവരമുണ്ടോ, സംസ്കാരമുണ്ടോ, മര്യാദയുണ്ടോ? അല്ല, എനിക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പിന്നെ പറയാം. ഈ മുറിക്കകത്തോട്ട് എന്നെ കൊണ്ടുവന്ന് എന്താന്ന് പറയട്ടെ. തന്റെ വീട്ടിൽ താമസിക്കുന്ന എന്നോട് താൻ റോഡിൽ വെച്ചാണോ വാടക ചോദിക്കേണ്ടത്? അയ്യോ, എവിടെ വെച്ച് ചോദിച്ചിട്ട് എന്തോ പ്രയോജനം? 3 മാസം വാടക അഡ്വാൻസ് ആയിട്ട് തന്ന ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ പൈസ തന്നിട്ടുണ്ടോ? ഒറ്റ പൈസ. ഓ, അപ്പൊ തനിക്ക് പൈസ മാത്രം മതി. തന്റെ ഈ വീട്ടിൽ താമസിക്കുന്ന ഞങ്ങളാരും ഒരു പ്രശ്നമല്ല. ഞങ്ങളോ? നിങ്ങളായിരിക്കത്തില്ല. സർക്കാരും താൻ ഇവിടെ വാടക അഡ്വാൻസും ഒക്കെ ഞാൻ തരാം. ഞാന് ഒരു നേഴ്സിംഗ് ഹോം തുടങ്ങാനുള്ള ശ്രമത്തിലാണ്. അതൊന്ന് കഴിഞ്ഞോ? അത് തുടങ്ങാനൊക്കത്തില്ലെന്ന് അന്ന് ആളുകൾ പറയില്ലേ. കാര്യം സാറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അറസ്റ്റ്? സർട്ടിഫിക്കറ്റും ലൈസൻസും ഒന്നും ഇല്ലാതെ നഴ്സിംഗ് ഹോം നടത്തിയതിന് സാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു എന്നാണ് ജനസംസാരം. വിവരമില്ലാത്ത ജനം. അവര് പറയുന്ന എന്താണെന്ന് അവര് മനസ്സിലാക്കുന്നുണ്ടോ? അയ്യോ, ഇതെന്താ സാറേ? ഇവൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? എന്നാലേ ഇവൻ നാട് നല്ല ഫോറിന. ഓ, ഞാൻ മറ്റവനെ കണ്ടിട്ടുള്ളൂ, പട്ടനെ. ഇവൻ പട്ടനല്ല, കോച്ച. സാറേ, ഇത് കണ്ടപ്പോ എനിക്കൊന്ന് ആസ്വദിക്കാതെ പോകുന്നത് ശരിയല്ലാന്ന് തോന്നുന്നു. ശരി, ഒരു കാര്യം ചെയ്യും. അലമാരി നിന്ന് ഗ്ലാസ് എടുക്കും. എന്താണ് ഗ്ലാസ് കുടിക്കുന്നത്? അല്ലേ? പണിക്കരെ, പണിക്കർക്ക് ഈ സ്കോച്ചിന്റെ ഗുണഗണങ്ങളെ പറ്റി അറിയാമോ? ഞാൻ തികച്ചും അജ്ഞനാണ്. എന്നാലേ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാം. ഇത് നിത്യമായിട്ട് ഉപയോഗിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർക്ക് ഉണ്ടാകുന്ന കുട്ടികളെ സായിപ്പന്മാരെ പോലെ ഇരിക്കും. ആളുകൾ അവവാദം പറയത്തില്ല സാറേ. എന്നല്ലെന്ന് സായിപ്പിനെ പോലെ വെളുത്തി വന്നിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, വെള്ളവും സോഡായും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോ സന്താനങ്ങളില്ലാത്ത ഭാര്യാഭർത്താക്കന്മാർക്ക് ഇത് ഉപയോഗിക്കും. അതെന്താ, പണിക്കർക്ക് സന്താനങ്ങളില്ലേ? എനിക്ക് സന്താനങ്ങളില്ല. അതുകൊണ്ടാണല്ലോ ആളുകൾ എന്നെ കംസം പണിക്കർ എന്ന് വിളിക്കുന്നത്. കംസന് മക്കളില്ലേ? അങ്ങനെയല്ല സാർ, എനിക്ക് സന്താനങ്ങൾ ഉണ്ടായാലേ ഞാൻ കൊന്ന് തിന്നുകളയും എന്നുള്ള ഭയം കൊണ്ടാണ് എന്റെ ഭാര്യ പ്രസവിക്കാത്തത്. ചുമ്മാ ആളുകൾ തമാശ പറയാ. സാർ, സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും ഒരുപോലെ സാർ. എന്ന് പറഞ്ഞാല് രണ്ടുപേരും ആണുങ്ങളാണ്? ഒന്നല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും സന്താനങ്ങളുണ്ട്. ആ ദുഃഖം ഇന്ന് ഞാൻ തീർത്തു തരാം. അയ്യോ,
നീറ്റായിട്ടൊരു പിടി അങ്ങോട്ട് പിടി. അയ്യോ സാർ കുഴപ്പമൊന്നും ഒന്നും സംഭവിക്കാതെ കഴിക്കണം. എന്തോ തൊട്ട് കളിക്കുന്നത്. ഇത് കാരണവന്മാര് മരിച്ചുപോയില്ലയോ അവരുടെ പുതുക്കളെ സ്മരിച്ചോണ്ട് ചെയ്യുന്നതാ. ഒരു ശങ്ക. ഹലോ, ഒരു ശങ്ക. ഒറ്റ കുഴപ്പമില്ല, കഴിക്കണം. സാർ ക്ഷമിക്കണം സാർ, നമ്മളിപ്പോ ഈ കഴിച്ച സാധനം ഉണ്ടല്ലോ ഭാര്യവർക്കും കഴിക്കാവും. പിന്നെന്താ? എന്താ കുറച്ച് ഭാര്യ കൂടെ കൊണ്ടുപോകണം. അവരെ ചുമ്മാ ഒരു ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി ചോദിച്ചത്. അല്ല, നമ്മുടെ വാടകയുടെ കാര്യം. സാറേ എന്നെ ഒറ്റാക്കിയിട്ടും ഊയാക്കിയിട്ടും പണിക്ക അങ്ങനൊന്നും സാറിന് കിട്ടൂല. സാറിനെ പോലുള്ള സ്നേഹം ഞാൻ വാടക വായിക്കണം. സാറ് വാടക തന്നിരിക്കണം. എനിക്കൊരു പുല്ലുമില്ലറിയോ? ചെല്ലിയല്ലേ സന്താന സൗഭാഗ്യത്തിനുള്ള തിടുക്കമായിരിക്കും. ശരി. നിന്റെ കംസം പഠിക്കാനാ വന്നിരിക്കുന്നു. നീ പ്രസവിക്കില്ലയോ എന്നെനിക്കറിയണം. ഓ ശരിയായിപ്പോയി. ഇതിനാണോ വാടക വയ്ക്കാന്ന് പറഞ്ഞു പോയത്? നീ അതിന് വേറെ വല്ല ആണുങ്ങൾ പറയട്ടെ. സംശയമാണ്. ഞാൻ അതിന് തക്ക ഒരു മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് ഉണ്ടാകുമോ നേരെ എനിക്ക് മനുഷ്യനെ. തീര് കുടിക്കണം. ഇപ്പം ഇവിടെ എന്റെ മുമ്പ് വെച്ച് കുടിക്കണം. എന്നിട്ട് ഇവിടെ തന്നെ പ്രസവിക്കണമായിരുന്നു. അത് നിന്റെ ഇഷ്ടം. എന്നിട്ട് കംസൻ എന്നുള്ള പേര് എനിക്കൊന്ന് മാറ്റി കുഞ്ഞിൽ കാര്യം പോകുന്നത്. എന്നെ പോലെ വേറൊരുത്തിയായിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ സ്വഭാവത്തിൽ ഒന്നല്ല 10 കുഞ്ഞുങ്ങളെ തന്നെ. ഞാൻ അത്തരക്കാരിയല്ല, ഇത് കംസന്റെ ഭാഗ്യം. പിന്നെ കംസൻ വിളിച്ചോ നിങ്ങൾ വാടക വാങ്ങിക്കാൻ പോയിട്ട് എന്തായി? അതെങ്കിലും ഒന്ന് പറഞ്ഞു കൊലയ്ക്കും. ഡോക്ടറുടെ നിന്ന് വാടക വാങ്ങിക്കണത്. ഡോക്ടർ ദൈവമാണ്. എന്നാ ആ ദൈവത്തെ ധ്യാനിച്ചോണ്ട് വിടുന്നു. എനിക്ക് എന്നെ ഒന്ന് പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് പോകും. എന്നിട്ട് എന്തിനാ എന്നെ തൊഴിക്കാനോ? ഇവിടെ കണ്ടുകൊണ്ട് തനിയെ അങ്ങ് തൊഴിച്ചാണോ? അമ്പേ പടം വയറു നിറച്ച് കണ്ണു കിടക്കുന്നു. അറിയോ? എങ്കിലും തോമാച്ച നമ്മൾ മോന്തും ചുങ്കത്തിലേതല്ലേ കള്ളു വേറെ. അന്ത നൽപ്പട്ടയും കള്ളും ചേർന്ന അന്തരബന്ധാണ് കള്ള. നല്ല ഇംഗ്ലീഷ് പിക്ചറാ. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ വരില്ലേ? ഞാൻ ഒരുങ്ങി നിൽക്കാം. നാണമില്ലല്ലോ. ചേച്ചി എന്താ ഞങ്ങളുടെ പോർഷനിലേക്കൊന്നും വരാത്തത്? ഫോൺ ചെയ്യാനാണെങ്കിലും ഞാൻ ദിവസവും വരുന്നില്ലേ? ജോലി കഴിഞ്ഞിട്ട് സമയം കിട്ടില്ലേ? ഇപ്പൊ ജോലിയൊന്നുമില്ലല്ലോ. വരൂ ചേച്ചി, അവിടെ വന്ന് ഒരു ഗ്ലാസ് ചായ എങ്കിലും കുടിച്ചിട്ട് പോകാം. അതെല്ലാം എന്നെ ഇരിക്കലാകാം. രജനി പോകും. അദ്ദേഹം വന്ന് അന്വേഷിക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ മോശമാണ്. അദ്ദേഹം വൈകുന്നേരമേ വരുള്ളൂ. അതുവരെ ഞാൻ മോളിൽ ഒറ്റയ്ക്കാം. കുഞ്ഞിന് സ്കൂളിലേക്ക് ചോറ് കൊടുത്തേക്കണം. അതുകൊണ്ട് ഇനിയൊരു ദിവസം വരാം. ശരി, ഇപ്പൊ ഞാൻ പോയേക്കാം. നാളെ രാവിലെ നമ്മൾ രണ്ടുപേരും കൂടിയാ കാപ്പ് കുടിക്കുന്നത്. സമ്മതിച്ചോ? സമ്മതിച്ചു. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ചിട്ടിക്കാരനെ കണ്ടോളൂ. കണ്ടു. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. തനിക്ക് തരുന്ന പണത്തിന് ഞാൻ ജാമ്യം നിൽക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. പണം തരാമെന്ന് സമ്മതിച്ചോ? ചിറ്റാളന്മാരുടെ കുറച്ച് പണം അടുത്ത ആഴ്ച കിട്ടും. അത് കിട്ടിയ ഉടനെ തരാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ പലിശ അല്പം. എന്ത് പലിശ ആയാലും തിരക്കേടില്ല. എനിക്ക് വാക്ക് പറഞ്ഞുറപ്പിച്ച വീട് വാങ്ങണം. താൻ പേടിക്കാതിരിക്കുള്ളൂ, അത് നടക്കും. പിന്നെ അടുത്ത ആഴ്ച ജോലിക്കാർക്ക് ബോണസ് കൊടുക്കാൻ 10-30,000 രൂപ വേണ്ടി വരും. പണം ഇവിടെ കാണും. എം ഡിയോട് സംസാരിക്കും. ഞാൻ ഇപ്പൊ പറഞ്ഞിട്ട് വരാം. എന്താ ഇത്ര വൈകിയത്? ഞാൻ എത്ര നേരമായി ഒരുങ്ങി നിൽക്കുന്നു. നമ്മുടെ ഇന്നത്തെ സിനിമാ പ്രോഗ്രാം ഞാൻ ക്യാൻസൽ ചെയ്യും. ക്യാൻസൽ ചെയ്യാനോ? ഞാൻ 2 പേർക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സാരമില്ലെന്നേ, അതിന്റെ പണം അങ്ങ് പോകും, അത്രയല്ലേ ഉള്ളൂ. കമോൺ കമോൺ. ഇവരെല്ലാം എന്റെ ഫ്രണ്ട്സാണ്. ആദ്യമായിട്ട് ഇവർ നമ്മുടെ വീട്ടിൽ വരുമ്പോ നമ്മുടെ സിനിമയ്ക്ക് വന്ന് ശരിയാണോ? ഇത് എന്റെ ഭാര്യ രജനി. നമസ്കാരം. രജനി,
നമുക്ക് ഇവരെ ഒന്ന് കാര്യമായിട്ട് സൽക്കരിക്കണം. അപ്പോ തുടങ്ങുന്നതിന് ഒരല്പം ചൂടായിട്ട് തുടങ്ങിക്കളെ. എന്താ? എല്ലാം സാറിന്റെ ഇഷ്ടം. ഒരു 3-4 ഗ്ലാസ് സോഡ, അലമാരിന്നൊരു ബോട്ടിൽ എല്ലാം എടുത്തിട്ട് വാ. ടൈം ഈസ് പ്രഷ്യസ്. ഒരു നിമിഷം പോലും പാഴാക്കാൻ പാടില്ല. ഓക്കെ, അതൊക്കെ സമയത്തിന് എത്തിക്കോളും. ഇരിക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യം മിസ്റ്റർ ജയദേവനെ വിളിപ്പിച്ചത്. നിങ്ങൾ ഇന്ന് തന്നെ ബാംഗ്ലൂർ വരെ ഒന്ന് പോകണം. എന്തിനാണ് സാർ? എസ്റ്റേറ്റുകളിൽ മരുന്ന് കളിക്കാൻ ഹെലികോപ്റ്റർ കമ്പനിയുമായിട്ടുള്ള നമ്മുടെ എഗ്രിമെന്റിന്റെ കാലാവധി നാളെ അവസാനിക്കുകയാണ്. മറ്റു പലരും അവരെ സമീപിക്കുന്നുണ്ടെന്ന് കേട്ടു. അതുകൊണ്ട് അടുത്ത വർഷത്തേക്കുള്ള അഡ്വാൻസായി 1,00,000 രൂപ ഇന്ന് തന്നെ അവിടെ എത്തിക്കണം. അതിന് ഞാൻ പോയാൽ മതിയാകുമോ സാർ? എന്റെ റെപ്രസെന്റേറ്റീവായി നിങ്ങൾ പോയാൽ മതി. എന്താ, പോകാൻ മടിയുണ്ടോ? മടിയൊന്നുമില്ല. ഇന്ന് ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിൽ പോയാൽ നാളെ മടങ്ങി വരാം. ശരി, ഞാൻ പോകാം സാർ. പോകാൻ ഉടൻ തന്നെ ഒരുങ്ങിക്കോളൂ. ഒരു സെറ്റ് ഡ്രസ് മതിയല്ലോ. ധാരാളം. നേരത്തെ ജോലി തീർന്നാൽ ഇന്നത്തെ ട്രെയിനിൽ തന്നെ ഞാൻ വരാൻ നോക്കാം. ഇല്ലെങ്കിൽ നാളത്തെ ട്രെയിനിൽ തീർച്ചയായും. രാത്രി ഒറ്റയ്ക്ക് കഴിയാൻ ഭയം. നീ ഒറ്റയ്ക്കാണോ ഇവിടെ? കുറിപ്പിയേട്ടനല്ലേ? പിന്നെ അച്ഛന് ഫോൺ ചെയ്ത് വരും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൊച്ചെ, ഓഫീസ് കാര്യമാണ്. പോയില്ലെങ്കിൽ ജോലി പോകും. ഇന്ന് രാത്രി മോളെയും കെട്ടിപ്പിടിച്ചിടന്ന് ഉറങ്ങുക. തിങ്കളാഴ്ച മോളുടെ പിറന്നാളാ. അത് ഞാൻ മറക്കൂന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ വരുമ്പോ ഒരു വലിയ കേക്ക് വാങ്ങിച്ചോണ്ട് വരാം. മോക്ക് എന്താ വേണ്ടത്? എനിക്കൊരു തോക്ക് വേണച്ചാ. പെൺപിള്ളേർക്ക് എന്തിനാ എടുത്തോക്ക്? എനിക്കത് മതി. അവളുടെ ആഗ്രഹമല്ലേ. വരുമ്പോ അച്ഛൻ തോക്ക് വാങ്ങിച്ചോണ്ട് വരാം. അപ്പൊ ഞാൻ പോട്ടെ. പോട്ടെ മോളെ. അനുജന് കൊടുക്കാൻ വേണ്ടി എന്റെ അച്ഛന്റെ മരണസമയത്ത് എന്നെ ഏൽപ്പിച്ചതാണ് 25,000 രൂപ. കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ എന്റെ ഭർത്താവ് കുടിച്ചും ചീട്ട് കളിച്ചും തീർത്തു. ഇപ്പൊ ഈ പണം കൊടുക്കാൻ വേണ്ടിയാണ് ബഹളം. എല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ചേച്ചി, എനിക്കൊരു ഉപകാരം ചെയ്യാമോ? എന്താ, പറയാം. ഇത്രയും നാൾ അദ്ദേഹം കാണാതെ ഞാൻ ഈ പണം സൂക്ഷിച്ചു. പക്ഷേ ഇനിയും സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് കുറച്ചു ദിവസത്തേക്ക് ഈ പണം ഇവിടെ സൂക്ഷിക്കാം. അയ്യോ, ഇവിടെയോ? എന്റെ സഹോദരൻ ഉടൻ കൽക്കട്ടയിൽ നിന്ന് വരാൻ വേണ്ടി ഞാൻ കത്തയക്കാം. അതുവരെ സൂക്ഷിച്ചാൽ മതി. ബിന്ദുമോളുടെ അച്ഛൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞാനിത് വാങ്ങി വെക്കുന്നത് ശരിയാണോ അനുജത്തി? അദ്ദേഹം ഇത് അറിയണ്ട. എന്റെ അനുജൻ വന്നാൽ ഉടൻ ഞാനിത് മടക്കി വാങ്ങിച്ചോളാം. എന്നാലും ബിന്ദുവിന്റെ അച്ഛൻ ഇതറിഞ്ഞാൽ? എങ്ങനെ അറിയാനാ? ഞാൻ പറയില്ല. ചേച്ചി പറയാതിരുന്നാൽ മതി. ഒന്ന് സഹായിക്കു ചേച്ചി. ചേച്ചിയുടെ അനുജത്തിക്ക് ആപത്ത് വന്നാൽ സഹായിക്കേണ്ട കടമ ചേച്ചിക്കില്ല. എന്നെയും ചേച്ചിയുടെ സഹോദരിയെ കരുതിക്കൂടെ? ശരി, ഇന്ന് തന്നെ സഹോദരന് കത്തെഴുതുമോ? എഴുതാൻ ചേച്ചി. അവൻ വന്നാലുടൻ ഞാനിത് വാങ്ങിയിട്ട് പോകാം. നിങ്ങൾ വരുന്ന വിവരം 4 മണിക്കാണ് ഫോൺ ചെയ്ത് പറഞ്ഞത്. അതുകൊണ്ട് കാർ അയക്കാൻ താമസിച്ചത്. ഇങ്ങോട്ട് രൂപ കൊണ്ടുവരുന്ന കാര്യം പെട്ടെന്നാണ് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഞാനോ MGയോ ഫോൺ ചെയ്യാതിരുന്നത്. ഐ സി. അപ്പോ ഞാൻ വൈകുന്നേരത്തെ ട്രെയിനിൽ പൊയ്ക്കോട്ടെ സാർ? ഞാനോ, നിങ്ങൾക്ക് ഈസ്റ്റ് വെസ്റ്റ് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്ന് കുളിച്ച് റെസ്റ്റ് എടുത്തു. നാളത്തെ ഫ്ലൈറ്റ് പോകാം. ഓക്കെ സാർ. ചുടുകാട് വെള്ളിയാഴ്ച രാത്രി 12 മണി. മണി ഡോം 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 എന്നടിച്ചുകൊണ്ടിരിക്കും. ആകാശം ചെറുതായി വെള്ളവസ്ത്രങ്ങളും ധരിച്ചിറങ്ങി വരുന്നു. എന്തു പറ്റി? നീയായിരുന്നോ? പേടിച്ച് തട്ടുകെട്ടിപ്പോയല്ലോ. ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയാണ്. പണ്ടാറങ്ങാനായിട്ട് ഞാൻ പേടിച്ചു. ആകാശത്ത് ചെറുത്താൻ ഇറങ്ങി വരികയായിരിക്കുന്നത്. കുഞ്ഞു കരഞ്ഞതാ. തന്റെ ഒച്ചയാണല്ലോ കേട്ടത്. പിന്നെ കുഞ്ഞു കരയുമ്പോ കൂടെ കരയാതിരിക്കാനിപ്പോ. ഓ, പ്രേതത്തിന്റെ കഥ പറഞ്ഞ ഓർത്തായിരിക്കും. എടി, പഠിക്കാൻ പറഞ്ഞ ഇവിടെ വന്ന് കഥ കേൾക്കാം. വാ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് വരാം. വീട്ടിലാരില്ല, പോയിട്ട് ഉടനെ വരണം. ഓ, ആ കഥ അടച്ചേക്കണേ. ആ
ഇല്ല, എനിക്ക് ഉറക്കം വരുന്നമ്മേ. നിന്റെ വേല അവിടെ ഇരിക്കട്ടെ. പാടാൻ വായിക്കാതിരിക്കാനുള്ള സൂത്രമല്ലേ? പാഠം ഞാൻ കാലത്ത് വായിക്കാമേ. അതിന് നീ കാലത്ത് എഴുന്നേക്കോ? എഴുന്നേക്കാം. എന്നാ ശരി, വാ. അമ്മയും കൂടെ ഇവിടെ ഇരിക്കും. അമ്മ പോയാ എനിക്ക് പേടിയാ. ഇന്ന് കുറുപ്പേട്ടൻ നിനക്ക് എന്ത് കഥയാ പറഞ്ഞെന്ന്? 4 കണ്ണുള്ള ചെകുത്താന്റെ കഥ. ചുമ്മയല്ല നീ പേടിക്കുന്നത്. ആ കുറുപ്പേട്ടന്റെ അടുത്ത് പ്രേതകഥ കേൾക്കാൻ പോരുന്ന അമ്മ എപ്പോഴും പറയാറില്ലേ? ഞാൻ പോയതല്ല അമ്മേ, എന്നെ വിളിച്ചിരുത്തി പറഞ്ഞതാ. ശരി, ഞാൻ മറക്കാം. വാ.
മാമനോ? ഇപ്പൊ വിളിച്ചോണ്ട് വരാം. ഡോക്ടർ മാമ, ഡോക്ടർ മാമ, ഡോക്ടർ മാമ, ഡോക്ടർ മാമ. ബിന്ദു. എന്ത് വേണം? ഡോക്ടർ മാമന് ഫോൺ വന്നിരിക്കുന്നു. അതായിരുന്നു. ബിന്ദു, ഇവിടെ വാടി. അമ്മേ, ഡോക്ടർ മാമന് ഫോൺ വന്നിരിക്കുന്നു. അതിന് നിനക്ക് എന്ത് വേണം? ഏകി വാടി ഇവിടെ. ഞാൻ ഡോക്ടർ മാമനെ വിളിച്ചോണ്ട് വരാമേ. വിളിച്ചാ നീ വരികയല്ലേ? ആരെങ്കിലും പോയി വിളിച്ചാൽ നിനക്കെന്ത് വേണം? അടിച്ച് തുടർച്ച. ഇതെന്താ മോളിത്? അച്ഛനായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ആരായത്? ഇതെന്തിനാ? ഡോക്ടർ ഗോപകുമാരൻ ഫോൺ വന്ന വിവരം മോള് ഞാൻ അറിയാതെ മോളിൽ പോയി പറഞ്ഞു. ആ മനുഷ്യനാണ് വാതിൽ മുട്ടിയതെന്ന് ഞാൻ കരുതി. അതിനാണോ നീ കത്രിയായിട്ട് നിൽക്കുന്നത്? ഞാൻ വരുമ്പോ അയാൾ കഥകൾ തട്ടിയിട്ട് തുറക്കാത്തതുകൊണ്ട് മുകളിലേക്ക് കയറി പോകുന്നത് കണ്ട് ഫോൺ വാങ്ങി വന്ന് സംസാരിച്ചിട്ട് പോട്ടെ. അതിന് നീ ഇത്ര ഭയപ്പെടുന്നത് എന്തിനാ? എനിക്കെപ്പോഴും പേടിയാണ് അച്ഛാ. ഇത്രയും കാലം ഇവിടെ താമസിച്ചിട്ടും അയാളുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. മോള് അനർത്ഥങ്ങൾ തലയെ വെച്ച് വെക്കരുത്. ഏതേവനോട് ഇല്ലാത്തതുകൊണ്ട് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു വന്നാണ് ഞാൻ. വരച്ച് കിടന്നുറങ്ങാം. കുറുപ്പേട്ടനെ വെടി വെക്കല്ലേ? കുറുപ്പേട്ടൻ പാവല്ലേ? കുറുപ്പേട്ടനല്ലേ മോളെ കഥ പറഞ്ഞു തരുന്നത്? അനങ്ങി പോരുത്. ആഹാ, കളിത്തോക്കായിരുന്നോ? എവിടെ കാണട്ടെ? ആ കാണണ്ട. അതിങ്ങോട്ട് തന്നാല് കുറുപ്പേട്ടൻ ഒരു മാജിക്ക് കാണിക്കാൻ. നീ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കരുത് കേട്ടോ മോളെ. ഇങ്ങോട്ട് നോക്കല്ലേ. നോക്കിയാ മാജിക്ക് കാണാൻ നോക്കില്ലേ? ഞാൻ പറഞ്ഞേക്കാം. ഇങ്ങോട്ട് നോക്കല്ലേ. ആശു, ഈശു, പോഷു. എന്റെ തോക്കെവിടെ? അതാ മാജിക്ക് എന്ന് പറയുന്നത്. തോക്ക് പറന്നുപോയി. നോണ. അല്ലേ മോളെ? തോക്ക് പറന്ന് 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 നമ്മുടെ വീട്ടിന്റെ ഒരു മൂലൊക്കെ ചെന്ന് ഒളിച്ചിരിപ്പുണ്ട്. മോളി ഒന്ന് നോക്ക്. അച്ഛൻ മോക്ക് ബാംഗ്ലൂരിൽ നിന്ന് കളിക്കാൻ മേടിച്ചുകൊണ്ടിരുന്ന കളിക്കോപ്പ് കൊള്ളാം. തോക്കേ പേടിച്ച് തട്ട് കെട്ടിപ്പോയി. കംസൻ ഇങ്ങോട്ട് വന്നോ? അയ്യോ, ഇതെന്തു കൂട്ടാ? കംസൻ എന്ന് കേട്ടാ പെണ്ണുങ്ങള് കൊച്ചുങ്ങളെ എടുത്തുകൊണ്ട് ഓടി വിളിക്കാറാ പതിവ്. ഗോപതി അമ്മ കംസനെ അന്വേഷിച്ചറിയിരിക്കുന്നു. ഞാൻ എന്റെ ഭർത്താവെന്ന് പറയുന്ന കംസനെ അന്വേഷിച്ചാ വന്നത്. ഇവിടെ കാര്യം ഉണ്ടോ? ഓ, കംസം പണിക്കല്ലേ? ഇങ്ങോട്ടൊന്നും വന്നില്ല. എന്താ ഗോപതിയമ്മ വിശേഷം? കുറുപ്പേട്ടാ, ഒരുത്തരുടെ ജീവിതത്തിൽ എത്ര കല്യാണം ഉണ്ടാവും? അത് ഓരോരുത്തന്റെ ചങ്കുറപ്പ് പോലെ. എന്നാ എന്റെ സഹോദരൻ അത്ര ചങ്കുറപ്പുള്ളവനൊന്നും അല്ല. എനിക്ക് ആകെയുള്ളത് ഒരേ ഒരു സഹോദരനാ. അവന്റെ കല്യാണത്തിന് ഒരു 500 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാ ഞാൻ കൊടുക്കണ്ടേ കുറുപ്പിയേട്ടാ? തീർച്ചയായും. ആപത്ത് കാലത്ത് സഹായിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ സഹോദരിമാരെ? അതിനുവേണ്ടി ഒരു 500 രൂപ ഞാൻ കംസനോട് ചോദിച്ചിട്ട് ഒരൊറ്റ കാശില്ലെന്ന് പറഞ്ഞു. ഈ മനുഷ്യന് കിട്ടുന്ന കാശൊക്കെ എവിടെ വെച്ചിരിക്കുക? അയ്യോ, എനിക്കറിയില്ല എന്റെ ഗോമതിയമ്മേ. ഞാൻ ഇന്നാളത്തെ പോലെ വല്ല വിടുവാക്ക് നിങ്ങളോട് പറയും. നിങ്ങൾ വല്ലവരെയും പിടിച്ചിട്ട് തല്ലേ. വാടക എനിക്ക് തന്നെ എത്ര രൂപ കിട്ടുന്നുണ്ട്. പക്ഷെ ആ രൂപ ഇന്ന് എന്നെ കാണിക്കുന്നില്ല. ഇനി ഒരു പക്ഷേ എല്ലാം പട്ടയടിച്ച് തീർക്കുകയായിരിക്കോ? എവിടെന്ന്?
സ്വന്തം കാശ് മുടക്കി ആ മനുഷ്യനൊരു കട്ടൻ കാപ്പി പോലും കുടിക്കുകയില്ല, പിന്നല്ലേ വട്ടയടിക്കുന്നത്. എന്നാ കാശ് എവിടെയെങ്കിലും കുടിച്ചിരുന്നുണ്ടാവും. എന്തായാലും ആ കാശ് എവിടാ ഒളിച്ചു വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടുപിടിക്കണല്ലോ. അതിന് വഴിയുണ്ട്, ഞാൻ പറയുന്ന പോലെ അനുസരിക്കാം. എന്ത് വേണേലും ചെയ്യാം. തലയും ചൂടുന്ന തലയോ? ആ കാര്യം രഹസ്യം ഇങ്ങോട്ട് അടുത്തോട്ടില്ലേ. പണിക്കരോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുന്നു. സത്യം പറയാവുന്നതാണെങ്കിൽ സത്യം പറയും. തന്നോടുള്ള സ്നേഹം കൊണ്ട് ചോദിക്കുന്നതാണ്. ഈ വീട്ടിൽ പ്രേതബാധ ഉണ്ടോന്നോ? ഞാൻ എന്ന് ഗോപതിയെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നോ അന്ന് മുതൽ പ്രേതബാധ. അത് ഭാര്യാബാധ, ഭാര്യാബാധയുടെ കാര്യമല്ല, പ്രേതബാധ. ഒരു സ്ത്രീ മെഴുകുതിരിയും കത്തിച്ചു പിടിച്ച് എന്നും രാത്രി ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. മെഴുകുതിരിയും കത്തിപ്പിച്ച് രാത്രി നടക്കും. അതെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഈ വീട്ടുമുറ്റത്ത് പോയി. സമയം രാത്രി 12 മണി. പട്ടി ഓലിയാലിടുന്നു. പണിക്കരേന്ന് വിളിക്കാൻ വേണ്ടി ഞാൻ വാ വിളിച്ചു. വെള്ളവസ്ത്രങ്ങളും അണിഞ്ഞ് തലമുടി വിടർത്തിട്ട് കയ്യിൽ മെഴുതിരിയുമായി തൊട്ടടുത്ത് നിൽക്കുന്നു. ആരെ? ഗോമതിയോ? അവളെന്തിനാ മെഴുകുതിരി ഉപയോഗിക്കുന്നു? നിങ്ങളുടെ ഭാര്യ എനിക്ക് കണ്ടറിഞ്ഞൂടെ? ഇത് വേറൊരു സ്ത്രീ. എന്റെ ശുദ്ധഗതിക്ക് ആരാണെന്നൊരു ചോദ്യം. അറിയാന്നൊരു ഏതും അറിയാൻ എന്റെ ചോദ്യം. പിന്നെ അവര് കണ്ണുമിഴിച്ചത് നോട്ടം. അവിടെ മുഴുക്കത്തി. കുറച്ചു കഴിഞ്ഞപ്പോ അവിടെ മുഴുക്കപ്പോ. കുറച്ചു കഴിഞ്ഞപ്പോ മറിയെ കാണാനില്ല. അങ്ങോട്ട് പോയി ആശത്തേക്ക് പിന്നല്ലാതെ ഇങ്ങോട്ട്. ഏതായി മറിയ? മറിയെന്ന് തന്നെയാണോ അവളുടെ പേര് പറഞ്ഞത്? എന്താ എനിക്കൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് തന്നെ പറഞ്ഞു. ഇനി ഒരു പക്ഷെ നമ്മുടെ മൈക്കാട് മറിയായിരിക്കുമോ? മൈക്കാട്ട് മറി? അതാരെ? നമ്മുടെ അമ്പലത്തിന്റെ കിഴക്കുവശത്തുള്ള കെട്ടിടം പണിഞ്ഞുകൊണ്ടിരുന്നപ്പം മറിയെന്ന് പേരുള്ള പെണ്ണുമ്പിള്ള ഏണി ഒടിഞ്ഞ് അസ്ഥിവാരത്തിലോട്ട് വീണങ്ങ് ചത്തു. അവളുടെ പേര് മൈക്കാട് മറിയെന്നായിരുന്നു. അവളെ എങ്ങനെയാ കുഴിച്ചിട്ടത്? കുഴി കുഴിച്ച് മണ്ണിട്ട് കൂടി. അതല്ല, എന്ത് വേഷത്തിലാ കുഴിച്ചിട്ടത്? വെള്ള സാരിയും വെള്ള ചെമ്പും തലയിൽ പൂവൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആളത് തന്നെ. ആട്ടെ, ഈ മറിയ വീട് ചത്ത കെട്ടിടത്തിന്റെ കൺട്രാക്ട് പണിക്കർക്കായിരുന്നു. പിന്നല്ലാതെ വേറെ ഒരു കോൺട്രാക്ട് എടുത്ത് കെട്ടിടം പണിയുന്നത് ഞാൻ എന്തിനാ പോകുന്നത്? പണിക്കര് മറിയയ്ക്ക് നഷ്ടപരിഹാരം കൊടുത്തായിരുന്നു. അത് കൊള്ളാം. ചത്തുപോയവർക്ക് എവിടെ കൊണ്ടാ നഷ്ടപരിഹാരം കൊടുക്കുന്നത്? അല്ലെങ്കിൽ തന്നെ മറിയയ്ക്ക് നഷ്ടപ്പെട്ടത് പ്രാണനാ. പ്രാണം കൊടുക്കാൻ എങ്ങനെ ഉണ്ടായിട്ടിരിക്കുന്നു? അങ്ങനെ വരട്ടെ. എങ്കിൽ മറിയയുടെ പ്രേതം പകരം ചോദിക്കാൻ നടക്കും. ആരോട്? എന്നോടോ? എന്തിന്? അപകട മരണമുണ്ടായാൽ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് നിയമമുണ്ടെന്ന് പണിക്കർക്കാരുടെ കൂടെ. ഇതിന് പ്രേതങ്ങൾക്ക് എവിടെ നിയമം ഇരിക്കുന്നു? പുറപ്പാടായി. എന്റെ പൊന്നു വഹിക്കാതെ പറയ ചേർത്തി നഷ്ടപരിഹാരം തന്നെ ഞാനല്ല, ജീവിക്കുന്ന മഹാഭാവി. നഷ്ടപരിഹാരത്തിന്റെ കാര്യം പറയാതെ അതിന് തന്നെയാണോ വന്നെന്നറിയാതെ വെറുതെ ഓർമ്മിപ്പിക്കാതെ. എടോ കംസ. എന്തോ? എടോ പഠിക്കണേ. എന്തോ? എടോ കംസ പഠിക്കണേ. എന്തെന്തോ? എല്ലാം ഞാൻ തന്നെ. എടോ, താൻ ഇതുവരെ എത്ര രൂപ സമ്പാദിച്ചു? എത്ര രൂപ ചെലവാക്കി? എത്ര രൂപ മിച്ചമുണ്ട്? സത്യം പറയാം. എന്നെ നോക്കുന്നതിന് അങ്ങോട്ട് കൃത്യമായി പറഞ്ഞുകൂടെ? അല്ല കുറിപ്പ്, ഇതിപ്പോ നഷ്ടപരിഹാരമല്ലല്ലോ ചോദിക്കുന്നത്, പിന്നെ വരവേല് കണക്കാണല്ലോ ചോദിക്കുന്നത്. എന്നാ വല്ല ഇൻകം ടാക്സ് പ്രേതമായിരിക്കും. എടോ പഠിക്കണ കംസ, എത്ര രൂപ മിച്ചമുണ്ടെന്നാ ചോദിച്ചത്? കൃത്യമായിട്ട് പറയാനൊക്കില്ലേ? ഒരു 5000 മുകളിൽ കാണും. അതെവിടെ വെച്ചിരിക്കുന്നു? എന്നെ നോക്കുന്നതിന് എന്റെ തന്നിട്ടുണ്ടോ? അയ്യോ, അതെവിടെ വെച്ചിരിക്കുന്നു പറയില്ലേ? അയ്യോ പറയാമേ. അമ്മിക്കല്ലിന്റെ കുഴവിയില് ഒരു ദ്വാരം ഉണ്ടാക്കി അതിനകത്ത് വെച്ച് അടച്ചിരിക്കുക. നേരാണോ? മറിയച്ചേട്ടത്തിക്ക് സംശയം ഉണ്ടെങ്കിൽ ആ കുഴവിയിലെ ഒരു തലപ്പിലിങ്ങനെ അടിച്ചു നോക്കിയാട്ടെ. മൃദംഗത്തിന്റെ ഇളന്തലപ്പിൽ അടിക്കുന്ന പോലെ പം 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 എന്ന് ശബ്ദം കേൾക്കും. താനീ പറഞ്ഞത് സത്യം തന്നെയല്ലേ? ഇത് സത്യം, സത്യം, സത്യം. എല്ലാവരും പിടി. അയ്യോ, എനിക്കൊന്നും മെഴുകുതിരി പിടിക്കാനല്ലേ പറഞ്ഞത്? പിടിച്ചോ? ദുഷ്ട,
എന്റെ ആങ്ങളുടെ കല്യാണത്തിന് 500 രൂപ ചോദിച്ചിട്ട് ഇല്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എവിടെ നിന്നുണ്ടായി 5000 രൂപ? തോന്നി അപ്പൊ നീയായിരുന്നു? അല്ല, മൈക്കാട് മറിയ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് എന്നെ പറ്റിക്കാറില്ലേ? നിങ്ങളും സമയം വളരെ ഇന്ന് നമുക്ക് പോകണം. ഇരിയടാ അവിടെ. ഞാൻ ജയിക്കുന്ന കണ്ടപ്പോ നിനക്കൊക്കെ പോണം അല്ലേ? ഒറ്റ എണ്ണത്തിന് ഞാൻ വിടില്ല. എടാ കൈ. എടുക്കടാ പണം. ഹലോ 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 പോലീസ് സ്റ്റേഷൻ. ഹലോ പോലീസ്. റോങ് നമ്പർ. Oh my God. തന്റെ ചിട്ടിക്കാരൻ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ലടും. കഴിഞ്ഞ ആഴ്ച തരാമെന്ന് വാക്ക് പറഞ്ഞതാണ്. ഇല്ലെങ്കിൽ തന്നോട് ഞാൻ പ്രോമിസ് ചെയ്യായിരുന്നു. ആ വീട് വാങ്ങാൻ റെഡി ക്യാഷുമായി പലരും അയാളെ സമീപിച്ചത്. ഞാൻ വാക്ക് പറഞ്ഞുകൊണ്ടാണ് അയാൾ മറ്റാർക്കും കൊടുക്കാതിരുന്നത്. ഇനിയിപ്പോ ഞാൻ അയാളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഇതാ മിസ്റ്റർ സുമാരൻ, 25,000 രൂപ ഉണ്ട്. സർ, ബോണസ് കൊടുക്കാൻ 18,000 രൂപ വേണമല്ലോ. ബാക്കി 7,000 രൂപ കൂലി കൊടുക്കാനായിട്ട് മതിയാവുകയില്ല. പറ്റി മുഴുവൻ പിടിച്ചതിന് ശേഷം ബാക്കി ബോണസ് കൊടുത്താൽ മതി എന്നാണ് MD പറഞ്ഞിരിക്കുന്നത്. ശരി, ഞാൻ കൊടുത്തു നോക്കാം. ജോലിക്കാർ സമ്മതിച്ചില്ലെങ്കിൽ വിവരം വിളിച്ചു പറയുകയും ചെയ്യാം. പാടോ, നമുക്ക് പോവാം. ഞാൻ വരുന്നില്ല. ആ, എത്ര പ്രാവശ്യം തന്നെ വിളിക്കുന്നത്? ഇന്ന് നമുക്ക് പോയി ഒരു കാപ്പി എല്ലാം കുടിച്ച് പിരിയാം. വാ. ചെല്ലണം മിസ്റ്റർ ജയദേവൻ. വരണം. വീടും പറമ്പൊക്കെ മേടിക്കാന്ന് വെച്ചാൽ ഒരു യോഗമാണ്. എത്രയൊക്കെ ശ്രമിച്ചാലും അതിന്റെ സമയം വരുമ്പോഴേ നടക്കും. അത് നല്ല വീടായിരുന്നു. ഇനിയിപ്പോ അത് വേറെ ആരുടെങ്കിലും കയ്യിൽ പോവും. ഇതിനേക്കാൾ നല്ല വീടായിരിക്കും തനിക്ക് വെച്ചേക്കുന്നത്. അല്ലെ വാക്ക് പറഞ്ഞ ചിട്ടിക്കാരൻ കാലുമാറും എന്ന് പറഞ്ഞ് തൽക്കാലം സമാധാനിക്കും. വാ, നമുക്ക് പോകാം. അപ്പൊ ഞാൻ മറ്റു മിസ്റ്റർ കുമാർ. ഓക്കെ. പണം ഭദ്രമായിരിക്കണം. തുക കൂടുതലുള്ളതുകൊണ്ടായിരിക്കും. പേടിക്കാനൊന്നുമില്ല. അപ്പൊ അടുത്ത ആഴ്ച കാണാം. ബൈ ബൈ. ബൈ ബൈ. ഞാൻ ഇപ്പൊ വരാം.
നിന്റെ അടുത്തോട്ടല്ല ഞാൻ എങ്ങോട്ട് പോകും? എങ്ങോട്ട് പോയാലും ശരി, കുടിച്ചേച്ച് വന്നാൽ ഞാൻ നിങ്ങൾ ഇതിനകത്ത് കേൾക്കത്തില്ല. ഞാൻ കുളിച്ചിട്ട് ഇവിടെ വരുന്നതിനകത്തൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. നീ കേൾക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ കള്ളു കുടിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത്? കള്ളുകളെന്ന് പറഞ്ഞ അപലപിച്ചാണ്ടല്ലോ ഒരു ചവിട്ടിയാൻ പറ്റും മൈക്കാലത്ത് കോമഡി. ഞാൻ നല്ല ഒന്നാം ക്ലാസ് പട്ടയാ വിളിച്ചിരിക്കുന്നത്. നിനക്ക് സംശയം നോക്കിക്കോ. അപ്പേ എന്തൊരു വാടാ, നാളെ കഴിക്കാൻ വയ്യ. ഇന്ന് നിങ്ങളെ ഞാൻ ഇതിനകത്ത് കേൾക്കത്തില്ല. പോയി വല്ല കുഴപ്പത്തില്ല കിടക്കും. ഒരു പായം തലയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കിടക്കാനും. നീ കൂടെ ഇനി വന്നിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ മംഗളമാകുമായിരുന്നു. എന്നെ മാറ്റാനേ കിട്ടും. എന്നാൽ മറ്റവരെയും കിട്ടും. നീ പരക്കാത്ത കിടന്നു. ഞാൻ ഐശ്വര്യമാക്കി കാണാത്ത കിടക്കുന്നു. നോക്കോ. സത്യം പറയടി, പറ. ആ പണം നീ എവിടെ വെച്ചിരിക്കുന്നു? പറഞ്ഞില്ല നിന്നെ വരില്ലേ? അഞ്ചിന് കൊടുക്കാനുള്ളതാ. എന്നെ കൊണ്ട് പറയിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. രൂപ എവിടെ നീ പറയില്ലല്ലേ? ഇല്ല, എന്നെ കൊന്നാലും പറയില്ല. പാവം പെണ്ണിനെ ആ ദുഷ്ടൻ കൊല്ലുമെന്നാ തോന്നുന്നത്. ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ. അയ്യോ വേണ്ട. എന്നാ നീ ഇനി ജീവിച്ചിരിക്കണ്ടേ? ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തിട്ട് വരാം. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ. ഇൻസ്പെക്ടർ സ്പീക്കിംഗ്. പാലസ് സ്മാർട്ട് ഹൗസ് നമ്പർ 13 സംസാരിക്കുകയാണ്. എന്റെ പേര് ജയദേവൻ. ഞങ്ങളുടെ അപ്സ്റ്റേഴ്സിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. ഞങ്ങൾ ഇതാ വന്നു കഴിഞ്ഞു. താങ്ക് യു സർ. 304. അവൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നറിയില്ല. ഇതിനെ പോകുന്ന ഞങ്ങൾ ആരും കണ്ടതുമില്ല. കൊല ചെയ്തവനല്ലേ, പുറകിൽ കൂടി ചാടിപ്പോയി കാണും. ഒന്നൊപ്പിട്ടേക്ക്. നിങ്ങളൊന്ന് വീട്ടുമാർക്ക് ഒന്ന് താളടിച്ച് പാട്ട് പാടുന്നു. കംസനെവിടെ? പണിക്കരെവിടെ? ചേട്ടാ ഇതെന്തൊരു നാശമാ. ആരെയാ നിങ്ങൾക്ക് കണ്ടത്? പണിക്കരെ കാണണം. ഇവിടെ ഇല്ല. നിങ്ങളാരാ? കണ്ടിട്ട് മനസ്സിലായില്ലേ? ഒരു സ്ത്രീയാണെന്ന് മനസ്സിലായി. വേറൊന്നും മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ കംസന്റെ ഭാര്യയാ. കള്ളം. കംസന് ഭാര്യയില്ല. ദേവകി എന്നൊരു സഹോദരി മാത്രമേ ഉള്ളൂ. ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്മ. അയ്യോ ഉണ്ണിപ്പിള്ള, അത് മറ്റേ കംസനാ. ഇത് കൺട്രാക്ടർ കംസൻ വിളിക്കലേ. ഓ അത് ശരി. ഏമാൻ രാവിലെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു മറ്റേ കംസനായിരിക്കും. പഠിക്കാതെ പോയി. എനിക്കറിയില്ല. ഇന്നലെ രാത്രി ഇവിടുന്ന് പോയതാ. അങ്ങനെ വരട്ടെ. എത്ര മണിക്കാ പോയത്? മണിയും കിണിയൊന്നും ഞാൻ നോക്കിയില്ല. ഇന്നലെ രാത്രി ഇവിടുന്ന് പോയെന്ന് മാത്രമേ അറിയാവൂ. എങ്കിൽ ഉടനെ വരുത്തണം. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അയാളെ ഒന്ന് വിചാരണ ചെയ്യാനുണ്ട്. ഞാൻ എവിടുന്ന് വരുത്താന്? പല കള്ളത്തട്ടിലും കാണും. പോയ അന്വേഷിക്കും. എടാ ഉണ്ണിപ്പിള്ള, ഓ പഠിക്കില്ലെങ്കിൽ പഠിക്കുന്നവരുടെ ഭാര്യ വിചാരണ ചെയ്ത് കളയാം. അതിനാ പെമ്പൊന്നൊരകത്ത് കയറി ബാല കളിച്ചില്ലടൂ. എടോ മത്തായി, എനിക്കൊരു സംശയം. കംസനകത്ത് തന്നെ കാണും. ഇല്ലെങ്കിൽ ഈ പെമ്പറന്നോട് ഇത്ര പെട്ടെന്ന് അകത്ത് കയറി വാളടക്കേണ്ട കാര്യമില്ലല്ലോ. എങ്കിൽ പൊളിക്കാം. എന്തോന്ന് കടക്ക് ചവിട്ടി പൊളിക്കാം. എടോ മത്തായി, ആ വണ്ടിയിൽ 2 കാല് കിടക്കുന്നത് കണ്ടോ? ഇതാരുടെ കാലുകൾ? ഏതായാലും ഈ കാലുകൾ കുടുംബത്തിനുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്. ഉടമസ്ഥനുണ്ടോ ഇല്ലെന്ന് ഇപ്പൊ നമുക്കറിയാം. ആളിതിൽ തന്നെ ഉണ്ടായിരുന്നോ? താനല്ലേ പണിക്കര് കംസൻ? അല്ലേ, ഞാൻ കംസം പഠിക്കല്. സ്റ്റേഷനിലേക്ക് നടക്ക് സ്റ്റേഷനിലേക്ക്. എന്റെ പൊന്നെ അമ്മമാര്, ഞാൻ യാതൊരു തെറ്റും ചെയ്തില്ല. ഇന്നലെ എന്റെ ഒരു പ്രാണ സ്നേഹിതൻ ദുബായിൽ നിന്ന് വന്നു.
അയാൾ കുറച്ച് ഫാർജിൻ ബിസ്കി കൊണ്ടുവന്നു. പണം കൊടുക്കാതെ കിട്ടുന്ന ആളുകളെന്ന് വെച്ച് ഞാൻ കുളിച്ച് ഡോസേജ് അല്പം കൂടിപ്പോയി. കുടിച്ച് ലെവലില്ലാതെ വന്നുകൊണ്ട് പെമ്പറന്നവരകത്ത് കയറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഈ കാറിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ആട്ടെ, ഈ കാർ ഏതാ? ഇന്നലെ രാത്രി താൻ ഈ കാറിലല്ലേ സഞ്ചരിച്ചത്? അയ്യോ, 2 മാസത്തിന് മുമ്പായിട്ട് ഉന്തിത്തള്ളി ഇവിടെ കൊണ്ടുവച്ച കാറാ. അതിനുശേഷം ഈ കാർ റോഡ് കണ്ടിട്ടില്ല. ഇത് താൻ എവിടുന്നാണ് മോഷ്ടിച്ചത്? അയ്യോ, ഇത് മോഷ്ടിച്ചല്ല. കോൺട്രാക്ട് പണിയില്ലേ ഒരാള് കുറച്ച് കാശ് തരാനുണ്ടായിരുന്നു. അയാളുടെ കാറാ. കാശ് വാങ്ങിക്കാൻ വേണ്ടി നടന്ന് കാലിന്റെ പാദസ്വരങ്ങൾ തേഞ്ഞുപോയി. എങ്ങനെങ്കിലും കാശ് വസൂലാക്കണമല്ലോ എന്ന് പറഞ്ഞ് കാർ ഇവിടെ കൊണ്ട് നിട്ടതാ. പിന്നെന്തുവാ, RC ബുക്കില്ല. അതിന്റെ പേരിൽ വല്ല കേസ് കൊണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ കാർ ഉന്തിത്തള്ളി അവിടെ കൊണ്ട് മാറ്റിയേക്കാം. ഇതല്ലോ കേസ്. പിന്നെ തന്റെ വീട്ടിലൊരു കൊല നടന്നിരിക്കുന്നു. എന്റെ വീട്ടിലോ? പറയോ? സന്തോഷം. ഗോമതിയെ തട്ടിയോ? ആരാണോ പരവാരി? ഗോമതി അല്ലടോ തട്ടിയത്. താനൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടില്ലേ? അതിന്റെ മുകളിലത്തെ നിലയിലാണ് കൊല നടന്നിരിക്കുന്നത്. അയ്യോ, വാടക വീട്ടിലാണോ കൊല നടന്നത്? ഇനി ആ വീട് ആരും വാടക കിടക്കില്ല. പ്രേതമുള്ള വീടാണെന്ന് പറഞ്ഞ് എല്ലാരും ഓടിക്കളയും. അയ്യോ, എന്താ ഗോമതി, ഒരു ചെമ്പ് വെള്ളം എടുത്തോണ്ട് കുടിക്കാനോ കുളിക്കാനോ? കുടിക്കാനുള്ള വെള്ളം പോലീസ് സ്റ്റേഷൻ വെച്ചിട്ടുണ്ട്. അയ്യോ, പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന വെള്ളം കുടിക്കാൻ കൊള്ളത്തില്ല. നിങ്ങൾ ഈ മനുഷ്യനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? വെള്ളം കുടിപ്പിക്കാൻ. അങ്ങനെ നീ ഇവിടെ കൂടെ കൊണ്ടുപോകണം. വാടക വാങ്ങിച്ചോളുന്ന ഇവളാണ് പിടിച്ചു പറിക്കാനുള്ളത്. അവിടെ കൂടെ പിടിച്ചോളുക. എല്ലാത്തിനും ശരിയാക്കണം. താൻ വാ. അച്ഛാ, മോളോ? ഞാൻ അങ്ങോട്ട് വരാൻ ഒരുങ്ങുകയായിരുന്നു. അവിടെ നടന്നല്ല അച്ഛൻ അറിഞ്ഞല്ലോ. എല്ലാം അറിഞ്ഞു. ജയൻ എവിടെ? ബാങ്കിലേക്ക് പോയിരിക്കാണ്. പിന്നെ മോൾ എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നത്? വിശേഷ വല്ലതും? എന്താണെന്നറിയില്ല. അച്ഛനൊന്ന് കാണാൻ തോന്നി. എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. നീ എന്തിനു പേടിക്കുന്നു? ഡോക്ടർ ഗോപകുമാർ അയാളുടെ ഭാര്യയെ വെടിവെച്ചു കൊന്നു. അതിനുള്ള ശിക്ഷ അയാൾ വാങ്ങിച്ചുകൊള്ളൂ. അല്ലാതെന്താ? ആ പാവപ്പെട്ട പെണ്ണ് മരിച്ചത് ഞാൻ കാരണമാണെന്ന് എനിക്കൊരു തോന്നൽ. അങ്ങനെ തോന്നാൻ കാര്യം? ഓഹോ, ഇപ്പൊ മനസ്സിലായി. ഡോക്ടർ ഗോപകുമാർ നിന്നെ വിവാഹം ചെയ്തിരുന്നെങ്കിൽ രജനിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന്. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല മോളെ. ദൈവം ഓരോന്ന് നിശ്ചയിച്ചിട്ടുണ്ടാവും, അതുപോലെ നടക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ. പക്ഷേ നമുക്കതിലൊന്നും പങ്കില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേ. മോൾ എന്താ അങ്ങനെ പറഞ്ഞത്? നമുക്കെന്താ ഇക്കാര്യത്തിൽ പങ്ക്? മോള് വല്ലാതെ വിഷമിക്കുന്നുണ്ടല്ലോ. എന്താ കാര്യം? മിസ്റ്റർ ജയദേവനാണ് ക്യാഷിന്റെ ചാർജ് വഹിക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരം ക്യാഷ് എണ്ണി തിട്ടപ്പെടുത്തി സേഫിനകത്ത് വെച്ച് പൂട്ടി കണക്ക് എന്നെ ഏൽപ്പിച്ചതാണ്. പണം നിങ്ങൾ എണ്ണി നോക്കിയായിരുന്നു? കണക്ക് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അത് ശരിയായിരുന്നു. പിന്നെ ഈ 25,000 രൂപ എങ്ങനെ കാണാതായി? സേഫിന്റെ താക്കോൽ ആരാണ് സൂക്ഷിക്കുക? താക്കോൽ MDയുടെ കയ്യിൽ ഞാനാ ഏൽപ്പിക്കുന്നത്. അദ്ദേഹം ഞായറാഴ്ച ബാംഗ്ലൂർ പോയതാ, ഇതുവരെ വന്നിട്ടില്ല. മിസ്റ്റർ ജയദേവൻ എത്ര വർഷമായി കമ്പനിയിൽ ജോലി നോക്കുന്നു? 7 വർഷമായി സാർ. മിസ്റ്റർ ജയദേവന്റെ പേരിൽ ഇന്ന് വരെ ഒരു കംപ്ലൈന്റും ഉണ്ടായിട്ടില്ല സാർ. ഏതായാലും ഇത്രയും വലിയൊരു തുക കാണാതായി എന്ന് നിങ്ങൾ പരാതിപ്പെട്ടിരിക്കുന്നു. ആ നിലയ്ക്ക് ഞങ്ങൾക്ക് നടപടി സ്വീകരിക്കാതിരിക്കാൻ ഒക്കുമോ? അത് ശരിയാണ് സാർ. മിസ്റ്റർ ജയദേവൻ, ഞങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ എന്തെങ്കിലും ഓർമ്മിപ്പിച്ചുകൊണ്ട് സംഭവിച്ചതായിരിക്കാം. ഏതായാലും നിയമപരമായി ഞങ്ങൾക്ക് നിങ്ങളുടെ വീട് പരിശോധിക്കാം. അതെന്താ സാർ? ഇപ്പൊ തന്നെ പോയി പരിശോധിക്കാമല്ലോ. എങ്കിൽ പറഞ്ഞു. ഈ പണം എവിടെ പോയതാ? ചുമ്മാ ആയിരിക്കും, കണക്ക് തെറ്റിയതായിരിക്കും. ഒരു വീട് മേടിക്കാൻ കുറച്ച് പണത്തിനായിട്ട് ജയദേവൻ സാർ ഓടി നടക്കുകയായിരുന്നു. അതുകൊണ്ട് അയാൾ എടുത്തുന്നാണോ താൻ പറയുന്നത്? മനുഷ്യന്റെ കാര്യമല്ലേ, എങ്ങനെ അറിയാം? മോൾ എന്തു തന്നെ പറഞ്ഞാലും രജനി ആ രൂപ കൊണ്ടുവന്നപ്പോൾ വാങ്ങിക്കാൻ പാടില്ലായിരുന്നു. ഏതായാലും വാങ്ങിച്ചു. ആ വിവരം ജയനെ അറിയിക്കാതിരുന്നത് തെറ്റ് തന്നെയാണ്. തെറ്റാണെന്ന് ഞാനും സമ്മതിക്കുന്നു. രജനിയുടെ സഹോദരൻ കൽക്കട്ടയിലാണ്. അവൻ വന്നാൽ ഉടനെ തന്നെ രൂപ മടക്കി വാങ്ങിക്കൊള്ളാമെന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ അറിയിക്കാതിരുന്നത്. ആ കൊലപാതകം നടന്നു കഴിഞ്ഞപ്പോഴെങ്കിലും പണത്തിന്റെ കാര്യം മോക്ക് ജയനോട് പറയാമായിരുന്നു. ഇനിയിപ്പോ അത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാനാണ് ഞാൻ ഓടി വന്നത്. ശരി, മോള് പോയിക്കൊള്ളൂ, ഞാൻ പിന്നാലെ വന്നുകൊള്ളാം. ഇത് സംബന്ധിച്ച് വല്ല കുഴപ്പവും? എന്തായാലും ഞാനില്ലേ, ധൈര്യമായിട്ട് പോകും. ആനമറുത, കുതിരമറുത, ഒറ്റക്കണ്ണം മറുത 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 മറുത. സുലോചന എവിടെ ഇല്ലേ? പുറത്തേക്ക് പോയി. എവിടെ പോയി? എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞോ. ഉടനെ വരാമെന്നും പറഞ്ഞാ പോയത്. വീടിന്റെ താക്കോൽ ഭാര്യയുടെ കയ്യിലെ? ഇല്ല,
എല്ലാറ്റിന്റെയും ഒരു സെറ്റ് താക്കോൽ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. എങ്കിൽ തുറക്കും. സമയം എന്തിന് കളയണം? നിങ്ങളുടെ ജോലി നടക്കും. എല്ലാ മുറികളും പെട്ടികളും പരിശോധിക്കും. ഇതാ കുറിപ്പേട്ട താക്കോൽ. എല്ലാ മുറികളും തുറന്ന് കാണിച്ചു കൊടുക്കണം. സിഗരറ്റ്? നോ താങ്ക് യു. വലിക്കില്ലേ? വലിച്ചിരുന്നു, ഇപ്പൊ നിർത്തിയിരിക്കുക. വെരി ഗുഡ്. ആരാണ്? ഞാനാണ് കംസൻ. കംസനോ? വളരെ താനാണോ കംസൻ പണിക്കർ? ആന്ന്. തന്റെയാണോ ഈ വീട്? ഉത്തരവ്. താൻ ഏത് സമയത്താണോ ഇത് പണിയിച്ചത്? പകൽ സമയത്താണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ തോന്നുന്നത്. ഇതൊരു ശാപം കിട്ടിയ കെട്ടിടമാണല്ലോ. മുകളിൽ കൊലപാതകം, താഴെ മോഷണം. അതൊക്കെ താമസക്കാർ ചെയ്യുന്നതാ. കെട്ടിടം നിർദോഷിയാണ്. താൻ ഒരു അല്പം വിളഞ്ഞ പുള്ളിയാണെന്ന് തോന്നുന്നല്ലോ. അത് വെറും തോന്നലാണ്. എന്താണിത്? എനിക്കൊന്നും അറിയില്ല സൂചന. നിങ്ങളുടെ ഭാര്യയായി? അതെ. നിങ്ങളുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് കാണാതെ പോയി 25,000 രൂപ ഈ വീട്ടിൽ നിന്ന് കണ്ടുകിട്ടിയിരിക്കുന്നു. അതിന്റെ പേരിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അയ്യോ, അതെന്റെ പണമാണ്. ഞാൻ വെച്ചിരുന്ന പണമാണ്. നിന്റെ പണമോ? നിനക്ക് ഇത്രയും രൂപ എവിടെ നിന്ന് കിട്ടി? ഇത് മരിച്ചുപോയ രജനിയുടെ രൂപയാണ്. രജനിയുടെ രൂപ നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? കുറച്ചു ദിവസം സൂക്ഷിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചതാണ്. അവരുടെ വീടിന് ഉറപ്പ് പോരാഞ്ഞതുകൊണ്ടായിരിക്കും. ചോദിച്ചതിന് മറുപടി പറയൂ. ഇത് രജനിയുടെ ഭർത്താവ് പറയാതെ എന്നെ ഏൽപ്പിച്ച രൂപയാണ്. ആരുടെ രൂപയാകട്ടെ, ഇക്കാര്യം എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? ഉടനെ തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയാഞ്ഞത്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. ഞാനാണ് പറയുന്നത്. ഈശ്വരൻ വിചാരിച്ച് വിശ്വസിക്കൂ. ഈ തുക മരിച്ചുപോയ രജനിയാണ് നിങ്ങളെ ഏൽപ്പിച്ചതെന്നുള്ളതിന് സാക്ഷി കിട്ടും. ഉണ്ട്. ആരെന്ന് പറയൂ. എന്റെ മനസ്സാക്ഷി. സോറി മാഡം, മനസ്സാക്ഷിയെ ഒരിക്കലും കൂട്ടിൽ കയറ്റി വിസ്തരിക്കാൻ പറ്റില്ല. വരൂ. ഇല്ല, ഒരു തെറ്റും ചെയ്യാത്ത അദ്ദേഹത്തെ കൊണ്ട് ഞാൻ സമ്മതിക്കില്ല. Come on. ബാംഗ്ലൂരിലേക്ക് പോയപ്പോൾ 25,000 രൂപ അത്യാവശ്യമായിട്ട് വേണ്ടി വന്നു. അതുകൊണ്ട് ഞായറാഴ്ച ഞാൻ ഇവിടെ വന്ന് സേഫ് തുറന്ന് അത് എടുത്തുകൊണ്ടുപോയി. അത് നിങ്ങളോട് പറയാൻ മറന്നുപോയി. പണം കാണാതായപ്പോൾ നിങ്ങൾക്ക് എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നില്ലേ? ഞാൻ 2 പ്രാവശ്യം ഫോൺ ചെയ്താണ് സാർ. സാർ ഹോട്ടലിലായിരുന്നു. വലിയ കഷ്ടമായി പോയി. ഞാനൊന്ന് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യാം. അത് പോരാ സാർ, സാറ് തന്നെ നേരിട്ട് പോയി മിസ്റ്റർ ജയദേവനെ ഇറക്കിക്കൊണ്ടുവരണം. ഇവിടെ സ്റ്റാഫൊക്കെ ആകെ ചൂട് പിടിച്ചിരിക്കുകയാണ്. ശരി. നിങ്ങളൊരു വലിയ കമ്പനിയുടെ മേലധികാരിയാണ്, ഉത്തരവാദിത്വമുള്ള ഒരു ഉദ്യോഗസ്ഥൻ. നിങ്ങളുടെ അശ്രദ്ധ മൂലം നിരപരാധിയായ ഒരു മനുഷ്യനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട് ലോക്കപ്പിൽ കഴിയേണ്ടി വന്നത്. ഒരു ക്ഷമാപണം കൊണ്ട് ഈ തെറ്റ് തിരുത്താമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ക്ഷമിക്കണം സാർ, ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞും എത്രമാത്രം വേദന അനുഭവിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാം ഞാൻ അറിഞ്ഞു സാർ. ഈ തെറ്റിനു വേണ്ടി എന്ത് ശിക്ഷ അനുഭവിക്കാനും ഞാൻ തയ്യാറാണ്. സാരമില്ല സാർ, എന്റെ ഭാഗ്യദോഷത്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് സമാധാനിക്കാം. അല്ലാതെ എന്ത് ചെയ്യാനാ? മിസ്റ്റർ ജയദേവൻ, ഐ ആം വെരി സോറി. ഞാൻ ഒരു തെറ്റുകാരനല്ല. സാറിനോട് എനിക്ക് ഒരു പരിഭവമില്ല. യു മേ ഗോ. താങ്ക് യു. കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്ത് കൊണ്ടെന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് എന്തോ വലിയൊരു അപകടം സംഭവിക്കാനിരുന്നതാണ്. അതിങ്ങനെ കഴിഞ്ഞെന്ന് സമാധാനിച്ചാൽ മതി. രജനി ഏൽപ്പിച്ച പണത്തെക്കുറിച്ച് സുലോചന അന്നേ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ലായിരുന്നു. എന്റെ അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. അതിന്റെ ശിക്ഷ ഈശ്വരൻ എനിക്ക് തരികയും ചെയ്തു. ഒരു കാര്യം ഞാൻ പറയാം, ജീവിതത്തിൽ എല്ലാവർക്കും രഹസ്യം ഉണ്ടാവും. പക്ഷെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഒരിക്കലും രഹസ്യം പാടില്ല. അഥവാ രഹസ്യം സൂക്ഷിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവും. അത് മറക്കരുത്. ഈ പണത്തിന്റെ കാര്യം രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അച്ഛാ? കോട്ടെ, സാരമില്ല, അവക്കൊരു അബദ്ധം പറ്റിയതാണ്. പണം പോലീസിനെ ഏൽപ്പിച്ചല്ലോ, ഇനി ആ കാര്യം അങ്ങ് മറന്നേക്കും. എന്താ മോളെ? രാത്രി പ്രേതമായിട്ട് വരുമോ? പ്രേതമായിട്ടോ? ഇതെല്ലാം ആ കുറുപ്പിന്റെ പണി. വേണ്ടാത്തെല്ലാം കുഞ്ഞിനെ പറഞ്ഞ് കഴിപ്പിക്കും. കുറുപ്പേ, എടാ കുറുപ്പേ, ഇവിടെ വേണം. താനാണോ കുഞ്ഞിനോട് രജനി ഭേദമായിട്ട് വരുമെന്ന് പറഞ്ഞത്? ഒരു കഥ കേൾക്കണമെന്ന് കുഞ്ഞു പറഞ്ഞു. മനസ്സിൽ ആദ്യം ഓർമ്മ വന്ന് രജനിയുടെ കഥയാ. അതങ്ങോട്ട് പറഞ്ഞു. ഇന്ന് രാത്രി മുഴുവൻ കുഞ്ഞ് പേടിച്ച് നിലവിളിച്ചത് തന്നെ. എന്നാ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചോണ്ടുപോയി ആ കുട്ടിച്ചാത്തന്റെ കഥ പറഞ്ഞു കൊടുക്കാം. താങ്കൾ ബന്ധവും പറയണ്ട. കുറുപ്പേ, ഓ കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഓ അവരുടെ മനസ്സിൽ ഒന്ന് പതിഞ്ഞു പോയാൽ പിന്നെ അത് ഒരിക്കലും പോവില്ല. ശരിയാന്നേ. എന്തോന്നാണ് വക്കീലെന്തിയാൻ പറഞ്ഞത്? മനസ്സിൽ പതിഞ്ഞാൽ പോവില്ല. ഒന്ന് മിണ്ടായിരിക്കണോ അവിടെ? നമുക്ക് ഈ വീട്ടിൽ നിന്ന് താമസം മാറ്റണം.
രജനിയെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എനിക്കൊരു വല്ലായ്മ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ വേറൊരു വീട് കിട്ടുമോ എന്ന് നോക്കുക മോനെ, നല്ലത്. ഞാനും അന്വേഷിക്കാം. ഏതായാലും അത് ഉടനെ വേണം. മോള് വല്ലാതെ ഭയന്നിരിക്കുകയാണ്. മോള് മാത്രമല്ല, അമ്മയും ഭയപ്പെട്ടിരിക്കുകയാണെന്ന് പറയൂ. എടാ മോനെ, നീ ഒരു കാര്യം ചെയ്യ്. നാളെ ഞായറാഴ്ചയല്ലേ, സുലോചനയും മോളെയും കൂട്ടി പുറത്തേക്ക് ഒന്ന് ചുറ്റിയിട്ട് വാ. എല്ലാവരുടെയും മനസ്സൊന്ന് തണുക്കട്ടെ. പണിക്കരെന്താണ് ഇവിടെ ഒന്ന് മേലോട്ട് നോക്കിയിരിക്കുന്നത്? ഇവിടെ ഒന്ന് മേപ്പോട്ട് നോക്കിയിരിക്കാനല്ലേ വിധി. ഇരിക്കാതിരിക്കാൻ പറ്റുമോ? എന്നാ പിന്നെ വീട്ടിൽ പോയിരിക്കാമല്ലേ? വീട് വെച്ച് വാടകയ്ക്ക് കൊടുത്തിട്ട് താൻ ഇവിടെ വന്നിരിക്കുന്ന എന്തിനാ? വീട്ടിൽ ചെന്നിരിക്കാന്ന് വെച്ചാൽ പെമ്പറമാർ വീട്ടിൽ കേട്ടില്ലേ? അയ്യോ, അതെന്തോ ഇല്ലാത്ത കാശും കട്ടും പൊള്ളിച്ച കല്ലും സിമന്റും കൊണ്ടൊരു വീട് കിട്ടും. 3 മാസത്തെ വാടക അഡ്വാൻസ് സംബന്ധിച്ച് വാടക കൊടുത്തു. ഇപ്പൊ അഡ്വാൻസും ഇല്ല, വാടകയും ഇല്ല. താക്കോല് എവിടെ പോയി? താനേത് കോത്താഴത്തുകാരനാണോ? അവൻ ഭാര്യയും കൊണ്ടിട്ട് കടന്നു പോയില്ലേ? പോലീസ് വന്ന് വീട് ബന്ധോസ് ചെയ്ത് താക്കോലും കൊണ്ട് പോലീസും പോയി. ഇപ്പൊ താക്കോലില്ലാതെ വീട് പറഞ്ഞു കേട്ടു. ഇനിയിപ്പോ താക്കോല് കിട്ടിയിട്ട് എന്താ പ്രയോജനം? പ്രേതബാധയുള്ള വീട്ടിൽ ആരെങ്കിലും താമസിക്കാൻ പറ്റുമോ? കല്ലാക്കൊണ്ടെന്ന് പറയാതെ ആ വീട്ടിൽ പ്രേതബാധയുണ്ടെന്ന് പ്രചരിപ്പിക്കാൻ പറയാം. ഞാൻ പ്രചരിപ്പിച്ചില്ലെങ്കിലും സത്യം അതല്ലേ പണിക്കരെ? ജയദേവൻ സാറും മറ്റും വേറെ വീട് വാടക അന്വേഷിച്ചു തുടങ്ങി. ചതിച്ചോ കുറിപ്പ്? അവര് പോകുന്നു. പാദസരമണിയുന്ന പമ്പാ നദി, ഭദ്രദീപമേന്തുന്ന സന്ധ്യാസഖി, പാദസരമണിയുന്ന പമ്പാ നദി, ഭദ്രദീപമേന്തുന്ന സന്ധ്യാസഖി, പാദസരമണിയുന്ന പമ്പാ നദി. പാദസരമണിയുന്ന പമ്പാ നദി, ഭദ്രദീപമേന്തുന്ന സന്ധ്യാസഖി, പാദസരമണിയുന്ന പമ്പാ നദി. മാറുന്നു വർണ്ണമേഘം, വേദിയിൽ പൂവുകൾ
പാദസരമണിയുന്ന പമ്പാനദി ഭദ്രദീപമേന്തുന്ന സന്ധ്യാസഖി പാദസരമണിയുന്ന പമ്പാനദി ഭദ്രദീപമേന്തുന്ന സന്ധ്യാസഖി. സുകുമാരനും ജയദേവനും കൂടി അന്ന് എങ്ങോട്ടാണ് പോയത്? കാപ്പി കുടിക്കാമെന്നും പറഞ്ഞ് സുകുമാരനാണ് ജയദേവനെ വിളിച്ചുകൊണ്ടുപോയത്. അപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? തൊട്ടടുത്ത് തന്നെയാണുണ്ടായിരുന്നു. ആട്ടെ, അവർ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു? അവർ തമ്മിൽ വലിയ കൂട്ടുകാരായിരുന്നു. ഒരു വീട് വാങ്ങാൻ വേണ്ടി ജയദേവന് കുറച്ച് പണം ആവശ്യമുണ്ടായിരുന്നു. അത് കടം വാങ്ങിക്കൊടുക്കാൻ പോലും സുകുമാരൻ ഓടി നടക്കുകയായിരുന്നു. എന്നിട്ട് ആ പണം വാങ്ങിക്കൊടുത്തോ? ഏതോ ചിട്ടിക്കാരൻ ഏർപ്പാട് ചെയ്തിരുന്നു. പക്ഷെ അത് സമയത്തിന് കിട്ടിയില്ല. ജയദേവന് പണത്തിന് ഞെരുക്കമായിരുന്നു. വീട് വാങ്ങിക്കാനായി 25,000 രൂപയ്ക്ക് ഇവിടെ ഒരു ലോൺ അപേക്ഷിച്ചിരുന്നു. എന്നിട്ട് കൊടുത്തോ? ഇല്ല. അപ്പോൾ ജയദേവൻ പണത്തിന് ആവശ്യക്കാരനായിരുന്നു. എവിടെ? എടുക്ക. ഇതാണോ തോക്ക്? അതെ മതി. ഈ തോക്കും കൊണ്ടാണ് ബിന്ദുമോൾ ഒരു ദിവസം എന്നെ വെടിവെച്ചത്. അന്ന് ഞാനിത് മേടിച്ച് കുഴിച്ചിട്ടതാ. താൻ എവിടുത്തുകാരനാണ്? ഞാൻ കീഴ്വായ്പൂർക്കാരനാണ് മഞ്ഞ. കണ്ടപ്പോഴേ തോന്നി വാ കീഴാണെന്ന്. നടക്ക്. ബ്ലഡി ഫൂൾ. മിസ്റ്റർ ജയദേവൻ, യു ആർ അണ്ടർ അറസ്റ്റ്. 25,000 രൂപയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഭർത്താവ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിരുന്ന മിസ്റ്റർ സുകുമാരനെ കൊന്നു. ആ കൊലക്കുറ്റത്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നത്. കൊലക്കുറ്റം? സുകുമാരൻ മരിച്ചോ? ഞാൻ എന്റെ സുഹൃത്തിനെ കൊല്ലുമോ ഇൻസ്പെക്ടർ? ഈ പെട്ടി ഏതാണെന്നറിയാമോ? 25,000 രൂപയോടൊപ്പം നിങ്ങൾ പോലീസിൽ ഏൽപ്പിച്ചതാണ്. ഇത് രജനിയുടെ പറ്റിയാണ്. അത് പിടികൂടിയപ്പോൾ പറഞ്ഞൊരു കെട്ടുകഥ. മിസ്റ്റർ സുകുമാരനെ കൊന്നിട്ട് 25,000 രൂപയുണ്ടായിരുന്ന ഈ ബ്രീഫ് കേസ് കൊണ്ടുവന്ന് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു. യാദൃച്ഛ്യമായിട്ടുള്ള പരിശോധനയിൽ ഞങ്ങളത് കണ്ടെടുത്തു. രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളൊരു നുണ പറഞ്ഞു. ഈശ്വര, എവിടെ ആപത്തുണ്ടെങ്കിലും തേടി വരുന്നത് എന്നെയാണല്ലോ. നിങ്ങൾ നീതിക്കും ന്യായത്തിനും സത്യത്തിനും വേണ്ടി നടക്കുന്നവരാണെന്ന് പറയുന്നു. എവിടെയാണ് നീതി? എവിടെയാണ് ന്യായം? എവിടെയാണ് സത്യം? ഇതെല്ലാം കോടതിയിൽ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. എനിക്കിനി ഒന്നും പറയാനില്ല. ഈശ്വരൻ പോലും എനിക്കെതിരാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളു. ഇൻസ്പെക്ടർ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത പാവപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം. ഒരിക്കൽ മോഷണക്കുറ്റം ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇപ്പോ മനസ്സാവാതെ അറിയാത്ത ഒരു കൊലക്കുറ്റം ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. എന്തിനിങ്ങനെ അദ്ദേഹത്തെ എരുതിയിലിട്ട് നീട്ടുന്നു? ഇത് താങ്ങാനുള്ള കരുത്ത് അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തെ കൊല്ലുവാൻ ഞാൻ അനുവദിക്കില്ല. സുലോചനെ, മാറി നിൽക്കൂ. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്തു. നമ്മുടെ തലയിൽ അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തുന്നു. വരും. ഇങ്ങനെ ഒരു കഷ്ടകാലം ആർക്കും വന്നിരിക്കാനിടയില്ല. നിങ്ങളുടെ ദുർവിധി കഴിഞ്ഞുവെന്നാണല്ലോ മോളെ ഞാൻ കരുതിയിരുന്നത്. ഞാനും അങ്ങനെയാണ് ചാച്ചുവെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ദുർവിധി എന്നെയും കൊണ്ടേ പോകുന്ന തോന്നുന്നത്. മോള് വിഷമിക്കാതിരിക്കൂ. സത്യം എന്നായാലും വിജയിക്കാതിരിക്കില്ല. ഇങ്ങനെ പോയാൽ സത്യം വിജയിച്ചു വരുമ്പോൾ ഞാൻ ജീവനോടെ കാണുമെന്ന് തോന്നുന്നില്ല അച്ഛാ. അങ്ങനെയൊന്നും പറയരുത് മോളെ. നിന്റെ ഭർത്താവ് എന്റെ മകനും കൂടിയാണ്. അവനെ രക്ഷിക്കാൻ വേണ്ടി എന്നാലാവുന്ന ഒക്കെ ഞാൻ ചെയ്യില്ലേ. ഇത് കൊലക്കേസാണ് അച്ഛാ. എല്ലാ കേസുകളുടെയും വിധി പറയാൻ മുകളിലൊരാളുണ്ട്, ഈശ്വരൻ. നീ ധൈര്യമായി പോ. അച്ഛനിതെ പറ്റി ഒന്ന് ആലോചിക്കട്ടെ. എങ്ങനെങ്കിലും അദ്ദേഹത്തെ രക്ഷിച്ചേ മതിയാവൂ. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്റെ ജീവൻ ഉപേക്ഷിക്കാൻ പോലും ഞാൻ തയ്യാറാണ് അച്ഛാ. മോളെ, നിന്റെ വേദന ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ശാന്തമായി ഒന്ന് ആലോചിക്കാൻ അച്ഛൻ അല്പസമയം തരൂ. മോളിപ്പോ വീട്ടിലേക്ക് പോകും. അച്ഛൻ അങ്ങോട്ട് വരാം. വീട്ടിൽ പോയാൽ എനിക്ക് സ്വസ്ഥമായിട്ട് കഴിയാൻ സാധിക്കുമോ അച്ഛാ? മോളെ, നിന്റെ കുഞ്ഞവിടെയില്ലേ? ജയൻ പോലീസ് കസ്റ്റഡിയിലാണ്. നീ പോയില്ലെങ്കിൽ കുഞ്ഞ് വിഷമിക്കില്ലേ? ചെല്ലു. എന്താണ് വേണ്ടതെന്ന് ആലോചിച്ചുറച്ച് അച്ഛൻ അങ്ങോട്ട് വരാം. മോള് പോ.
ചിലമനം വന്നു. ബിന്ദുമോൾ ഉറങ്ങിയില്ലേ? ഉറങ്ങിയില്ല. കുറുപ്പേ, അവൾ അപ്പുറത്തുകൊണ്ട് ഒരു കഥ പറഞ്ഞു. മോളെ, കേസിന്റെ തെളിവുകളെല്ലാം നമുക്ക് പ്രതികൂലമാണ്. അദ്ദേഹം നിരപരാധിയാണ്. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കണം. അച്ഛനൊരു കാര്യം പറയാം. എന്താണ്? ഒരു കാട്ടിൽ എല്ലാ മൃഗങ്ങളെയും പിടിച്ചു തിന്നുന്ന ഒരു സിംഹച്ചനുണ്ടായി. ഒരു ദിവസം ഒരു മുയൽ കുഞ്ഞിനെ പിടിച്ച് തിന്നാനായി. അപ്പൊ മുയൽ പറഞ്ഞു, എന്നെ തിന്നോളൂ, വിരോധമൊന്നുമില്ല, പക്ഷെ നിങ്ങളെക്കാൾ വലിയൊരു സിംഹരാജൻ ഈ കാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന്. ആഹാ, എന്നെക്കാൾ വലിയ സിംഹരാജനുണ്ടോ? എന്നാ ഒന്ന് കാണണം. വരാൻ പറഞ്ഞു. വിളിച്ചോണ്ടുപോയി കിണറ്റിന്റെ വരെ കൊണ്ട് കിഴപ്പോട്ട് കാണിച്ചു കൊടുത്തു. സിംഹം കിണറ്റിലേക്ക് എടുത്ത ഒരൊറ്റ ചാട്ടം. അപ്പൊ ആര് ജയിച്ചു? മുയൽ. നിങ്ങളുടെ പേര്? സുലോചന. ഏതുവരെ പഠിച്ചു? BSc ജയിച്ചു. ജനിച്ച സ്ഥലം? തിരുവനന്തപുരം. അവിടെ തന്നെയാണ് വളർന്നതല്ലേ? അതെ. നിങ്ങളുടേത് ഒരു മോഡേൺ ഫാമിലിയാണല്ലേ? അതെ. മോഡേൺ എന്ന് വെച്ചാൽ? അൾട്രാ മോഡേൺ. നിങ്ങളുടെ വീട്ടിലുള്ളവർ മദ്യപിക്കാറുണ്ടോ? ഉണ്ട്. നിങ്ങളും മദ്യപിക്കാറുണ്ടോ? അപൂർവം ചിലപ്പോൾ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 6 വർഷമായി. ഇതെന്താണ്? വിവാഹത്തിനുള്ള ക്ഷണക്കത്ത്. ഇത് നിങ്ങളുടെ വിവാഹത്തിന്റെ ക്ഷണക്കത്തല്ലേ? പക്ഷേ ഈ വിവാഹം നടന്നില്ല. ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി. ഈ ക്ഷണക്കത്തിൽ വരന്റെ പേരെന്താണ് എഴുതിയിരിക്കുന്നത്? പറയൂ. ഡോക്ടർ ഗോപകുമാർ. ഡോക്ടർ ഗോപകുമാർ നിങ്ങളുമായി പ്രേമത്തിലായിരുന്നു? ആയിരുന്നു. മറ്റാരും അറിയാതെ നിങ്ങൾ തമ്മിൽ കാണാറുണ്ടായിരുന്നു? ചിലപ്പോഴൊക്കെ. നിങ്ങളോടൊന്നിച്ച് ഈ ഫോട്ടോയിൽ കാണുന്ന ആളല്ലേ ഡോക്ടർ ഗോപകുമാർ? അതെ. യുവർ ഓണർ, ഈ കേസുമായി ബന്ധമില്ലാത്ത തെളിവുകൾ ഹാജരാക്കും. ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇത് സാക്ഷിയെ മനഃപൂർവ്വം തേജോവധം ചെയ്യാൻ വേണ്ടിയാണ്. ഐ ഒബ്ജക്ട് ടു യുവർ ഓണർ. യുവർ ഓണർ, ഇതെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. യെസ്, യു മേ പ്രൊസീഡ്. നിങ്ങളും ഡോക്ടർ ഗോപകുമാറും തമ്മിലുള്ള വിവാഹത്തിന്റെ ക്ഷണക്കത്ത് പോലും അച്ചടിപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് വിവാഹം നടന്നില്ല? അയാൾ സ്വഭാവദൂഷ്യമുള്ള ആളാണെന്ന് വിവാഹം നിശ്ചയിച്ചതിന് ശേഷമാണ് അറിഞ്ഞത്. പക്ഷേ സത്യം നേരെ മറിച്ചല്ലേ? അല്ല. മദ്യപിക്കുകയും സ്വതന്ത്രമായി ജീവിക്കുകയും ചെയ്തൊരു സ്ത്രീയാണ് നിങ്ങൾ. പല യുവാക്കളുമായി നിങ്ങൾക്ക് അവിഹിത ബന്ധമുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് ഡോക്ടർ ഗോപകുമാറല്ലേ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചത്? അല്ല, ഈ പറഞ്ഞത് അത്രയും നുണയാണ്. യുവർ ഓണർ, ഐ സ്ട്രോങ്ലി ഒബ്ജക്ട്. ഇതെല്ലാം സാക്ഷിയെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നോ 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 നോ, ലെറ്റ് ഹിം പ്രൊസീഡ്. ആ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് നിങ്ങളുടെ ഭർത്താവല്ലേ? അതെ. നിങ്ങളുടെ വിവാഹത്തിന് ശേഷം ഡോക്ടർ ഗോപകുമാറിനെ നിങ്ങൾ എന്താണ് കാണുന്നത്? ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ അപ്സ്റ്റേഴ്സിൽ താമസിക്കാൻ വന്നപ്പോൾ. ഡോക്ടർ ഗോപകുമാർ ഭാര്യയുമായിട്ടല്ലേ താമസിക്കാൻ വന്നത്? അതെ. അങ്ങനെ താമസത്തിന് വന്ന ശേഷം നിങ്ങൾ പഴയ സ്നേഹബന്ധം പുതുക്കി അല്ലേ? ഇല്ല, ഞങ്ങൾ പരസ്പരം കണ്ടിട്ടേയില്ല. നിങ്ങളുടെ ഭർത്താവ് അറിയാതെ നിങ്ങൾ ഡോക്ടർ ഗോപകുമാറിനെ കാണാറില്ലായിരുന്നു? ഇല്ല, ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഡോക്ടറുടെ ഭാര്യ വീട്ടിലില്ലാതിരുന്ന സമയം നോക്കി നിങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോകാറില്ലായിരുന്നു? ഇല്ല, ഞാൻ ഒരിക്കലും പോയിട്ടില്ല. പോയിട്ടുണ്ടെന്ന് ഞാൻ തെളിയിക്കാലോ. എന്താ പേര്? കുറുപ്പ്. എന്ത് കുറുപ്പ്? കുളന്തോണ്ടിക്കൽ കുഞ്ഞുണ്ണി കുറുപ്പ്. പാരമ്പര്യമായിട്ട് കുളന്തോണ്ടലാണോ ജോലി? അയ്യോ, അത് വീട്ടുപേരാണ്. ആ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആളെ നിങ്ങൾക്കറിയാം. എന്താണ് അയാളുടെ പേര്? ജയദേവ് സാറ്. ജയദേവന്റെ വീട്ടിലാണോ നിങ്ങൾക്ക് ജോലി? അതെ. ജയദേവന്റെ ഭാര്യയായ സുലോചന ആ വീടിന്റെ മൂലത്തെ നിലയിലേക്ക് പോകാറുണ്ടോ? ഇത് നല്ല ചോദ്യം. നില രണ്ടാണെങ്കിലും വീടൊന്നല്ലേ, പോകാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. മുകളിലേക്ക് പോകാറുണ്ടോ ഇല്ലയോ എന്നാ ചോദിച്ചത്. പോകാറുണ്ട്. പോകുന്നത് കുറിപ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ മുകളിലേക്ക് പോകാറുണ്ടെന്ന് പറഞ്ഞതോ? മോളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നത് കണ്ടിട്ടുണ്ട്. മോളിൽ കയറാതെ താഴോട്ട് ഇറങ്ങി വരാൻ ഒക്കെ ഇല്ലല്ലോ. ഇതെന്തൊരു ചോദ്യമാക്കില്ലേ വന്നെ. സുലോചന മുകളിലത്തെ നിലയിൽ നിന്ന് വരുന്നത് കണ്ടുവന്ന് കുറിപ്പ് പറഞ്ഞല്ലോ. പറഞ്ഞു. അപ്പോൾ മുകളിലത്തെ നിലയിൽ ആരെല്ലാം ഉണ്ടായിരുന്നു? ഡോക്ടർ ഗോപകുമാർ മാത്രമേ ഉണ്ടായിരുന്നു.
അയാളുടെ ഭാര്യയോ? ഭാര്യ നേഴ്സല്ലേ, അവർക്ക് വീട്ടിൽ കുത്തിയിരിക്കാൻ പറ്റും. അവർ ആശുപത്രിയിൽ പോയി. സുലോചന മുകളിൽ പോയെന്ന് പറയുന്ന ദിവസം അവരുടെ ഭർത്താവ് എവിടെയായിരുന്നു? ജയദേവൻ സാറ് ബാംഗ്ലൂരിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഭർത്താവായ ജയദേവൻ സ്ഥലത്തില്ലാത്ത സമയം നോക്കി സുലോചന ഡോക്ടർ ഗോപകുമാറിനെ കാണാൻ മുകളിലത്തെ നിലയിലേക്ക് പോയി തിരിച്ചു വരുന്നത് കുറിപ്പ് കണ്ടു എന്നല്ലേ പറഞ്ഞത്? അതെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഡോക്ടർ ഗോപകുമാറിന്റെ ഭാര്യയുടെ കൊലപാതകം സംബന്ധിച്ചുള്ള കേസന്വേഷണത്തിന് പോയത് നിങ്ങളല്ലേ? അതെ. കൊല നടന്ന വീട്ടിൽ നിങ്ങൾ പോയിരുന്നു അല്ലേ? പോയിരുന്നു. അവിടെ നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും കണ്ടുകിട്ടിയോ? ഒരു കർച്ചീഫ് കണ്ടുകിട്ടി. കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന ഈ കർച്ചീഫ് അല്ലേ അത്? അതെ. ഈ കർച്ചീഫ് ആരുടെയാണെന്നറിയാം? മിസ്റ്റർ ജയദേവന്റെ ഭാര്യയായ സുലോചനയോടാണെന്നറിയാം. ഇനിയെങ്കിലും സത്യം പറയും. ഡോക്ടർ ഗോപകുമാർ താമസിക്കുന്ന പോർഷനിലേക്ക് നിങ്ങൾ പോയില്ലേ? പോയി. എന്തിനു പോയി? ഫോൺ വന്ന് വിവരം പറയാൻ പോയി. അന്ന് നിങ്ങളുടെ ഭർത്താവ് ബാംഗ്ലൂരിലായിരുന്നേ? അതെ. നിങ്ങൾ ഡോക്ടർ ഗോപകുമാറിന്റെ മുറിയിൽ ചെന്നപ്പോൾ അവിടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. അയാളുടെ ഭാര്യ രജനി എവിടെ പോയിരുന്നു? ആശുപത്രിയിൽ. നിങ്ങൾ മുറിയിലേക്ക് കടന്നു ചെന്നപ്പോൾ ഡോക്ടർ ഗോപകുമാർ എന്ത് ചെയ്യായിരുന്നു? മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മദ്യപിക്കാൻ നിങ്ങളെയും ക്ഷണിച്ചു അല്ലേ? ക്ഷണിച്ചു. നിങ്ങളും മദ്യപിച്ചോ? ഇല്ല. എന്തുകൊണ്ട് മദ്യപിച്ചില്ല? പറയൂ. ആ മനുഷ്യൻ സുഖവും നഷ്ടപ്പെട്ട നിലയിലായിരുന്നു. ഞാനും മദ്യപിച്ചാൽ. ഓൾ റൈറ്റ്, ഓൾ റൈറ്റ്. അന്ന് നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിച്ചത്? ഞാനൊന്നും ഓർക്കുന്നില്ല. പഴയ പ്രേമബന്ധങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചില്ലേ? മൈലാൻ, എന്നെങ്ങനെ തേജോവധം ചെയ്യാതിരിക്കാൻ പറയും. വേണമെങ്കിൽ തൂക്കിക്കൊള്ളൂ. ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് എന്നെ കൊല്ലരുത്. ഇത് കോടതിയാണ്. ഇവിടെ വ്യക്തിപരമായ അപേക്ഷകൾ കുറ്റകരമാണ്. രേഖയും തെളിവുമാണ് ഇവിടെ പ്രധാനം. ചോദിച്ചതിന് ഉത്തരം പറയും. അന്ന് നിങ്ങൾ നിങ്ങളുടെ പഴയ പ്രേമബന്ധത്തെ കുറിച്ച് സംസാരിച്ചോ? അയാൾ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അന്ന് തെറ്റിദ്ധാരണ മൂലം വിവാഹം നടന്നില്ല. ഇന്ന് ഇരുവരും വിവാഹിതരാണ്. എന്നാലും പഴയ സ്നേഹബന്ധം തുടരണമെന്ന് തീരുമാനിച്ചു അല്ലേ? അങ്ങനെ ഭർത്താവുള്ള നിങ്ങളും ഭാര്യയുള്ള ഡോക്ടർ ഗോപകുമാറും തമ്മിലുണ്ടായിരുന്ന പഴയ പ്രേമബന്ധം രഹസ്യമായി തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ചല്ലേ ഡോക്ടർ ഗോപകുമാർ നിങ്ങളുടെ മുറിയിൽ വന്ന് താമസിച്ചത്? അല്ല, അല്ല, അല്ല. ചോദ്യം ഈ വഴിക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത് ദുരുദ്ദേശത്തോടു കൂടിയാണ്. എന്തുദ്ദേശത്തോടുകൂടിയാണ് ചോദിക്കുന്നതെന്ന് ചോദ്യം കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലാവും. ഒബ്ജക്ഷൻ ഓവർ റൂൾ. യു മേ പ്രൊസീഡ്. കൊലക്കുറ്റം ചുമത്തി ആ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെ ഭർത്താവിനെയാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ സമ്മതിച്ചാൽ നിങ്ങളുടെ ഭർത്താവിന്റെ ജീവൻ രക്ഷപ്പെടും. അതുകൊണ്ട് ദയവ് ചെയ്ത് സത്യം പറയും. നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ചല്ലേ ഡോക്ടർ ഗോപകുമാർ നിങ്ങളുടെ മുകളിലെ നിലയിൽ വന്ന് താമസിച്ചത്? അതെ. ആ നിലയിൽ നിങ്ങൾ തമ്മിൽ എന്നും രഹസ്യമായിട്ട് കാണാറുണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്നു? സമ്മതിക്കുന്നു. ആ ബന്ധത്തിന് പ്രതിഫലമായിട്ട് 25,000 രൂപ നിങ്ങളുടെ പഴയ കാമുകൻ നിങ്ങൾക്ക് തന്നതല്ലേ? നിങ്ങളുടെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സത്യം പറയും. ആ തുക നിങ്ങൾക്ക് തന്നില്ലേ? തന്നു. നിങ്ങളുടെ വീട് പരിശോധിച്ചപ്പോൾ കിട്ടിയത് ആ 25,000 രൂപയല്ലേ? അതെ. അത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാണെന്നല്ലേ നിങ്ങളന്ന് പറഞ്ഞത്? അത് നുണയായിരുന്നു. അപ്പോൾ ആ 25,000 രൂപ നിങ്ങളുടെ പഴയ കാമുകനായ ഡോക്ടർ നിങ്ങൾക്ക് പാരിതോഷികമായി തന്നാണല്ലേ? പറയൂ. അതെ. My examination is over. Now you can cross-examine that witness. നിങ്ങളുടെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാമെന്നുള്ള ആഗ്രഹത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയാം. മാഡം, ആത്മാഭിമാനമുള്ള ഒരു ഭാര്യയും ഒരിക്കലും ഇങ്ങനെ പറയുകയില്ല. മെഡിക്കൽ പരിശോധനയിൽ നിങ്ങൾ ഗർഭിണിയാണെന്ന് റിപ്പോർട്ടുണ്ട്. അത് സത്യമല്ലെന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ ഗർഭത്തിലുള്ള കുഞ്ഞിന്റെ അച്ഛൻ ജയദേവനാണോ ഗോപകുമാറാണോ എന്ന് നിങ്ങൾക്ക് നിശ്ചയമുണ്ടോ? ഇവരാണ്. ഞാനൊരു സ്ത്രീയാണ്, ഒരമ്മയാണ്.
ഇവിടെ ചോദിക്കാൻ പാടില്ലാത്തതെല്ലാം അവിടെ ചോദിക്കണം. Will you ask them to stop it? Please stop it. Stop it, please. അങ്ങനെ മിസ്റ്റർ ജയദേവൻ പണത്തിനു വേണ്ടി തന്റെ കൂട്ടുകാരനായ സുകുമാരനെ കൊന്നു എന്നുള്ളതിന് തെളിവായി കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ളത് 25,000 രൂപയും ഒരു ബ്രീഫ് കേസും മാത്രമാണ്. മറ്റൊന്നും തന്നെ ഹാജരാക്കുവാൻ പ്രോസിക്യൂഷൻ ഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ 25,000 രൂപ തന്നെ ജയദേവന്റെ ഭാര്യയായ സുലോചനയുടെ പഴയ കാമുകനായ ഡോക്ടർ ഗോപകുമാർ സുലോചനയ്ക്ക് സമ്മാനിച്ചതാണെന്ന് അവർ തന്നെ കോടതിയിൽ സമ്മതിക്കേണ്ടി വന്നത് കോടതി വിശ്വസിക്കുന്നു. ആ നിലയ്ക്ക് സുകുമാരന്റെ മരണം സംബന്ധിച്ചുള്ള കേസിൽ ജയദേവൻ നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ട് വെറുതെ വിട്ടയക്കാൻ കോടതി ഉത്തരവായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആരിൽ നിന്നായാലും തനിക്ക് സമ്മാനമായി കിട്ടിയ 25,000 രൂപയുടെ യഥാർത്ഥ അവകാശിയായ സുലോചനയ്ക്ക് തന്നെ പ്രസ്തുത 25,000 രൂപ കൊടുക്കുവാനും കോടതി ഉത്തരവായിരിക്കുന്നു. ഇണങ്ങാനും പിണങ്ങാനും ഞാൻ നിന്റെ ആരാണ്? നിന്റെ ആത്മാവും ശരീരവും മറ്റൊരുത്തിന്റെ വകയാണെന്ന് നീ കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഈശ്വരനെ ഓർത്തെന്നെ വിശ്വസിക്കണം. ഞാൻ കോടതിയിൽ പറഞ്ഞല്ല നുണയാണ്. അങ്ങേ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നെ രക്ഷിക്കാൻ വേണ്ടി നീ നുണ പറഞ്ഞെന്നു. ഇനിയും എന്നെ വഞ്ചിക്കാമെന്ന് നീ കരുതല്ല. വഞ്ചനയോ? എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്റെ അച്ഛൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളുടെ മുമ്പിൽ നീ ഇതുവരെ ഒളിച്ചു വെച്ചിരുന്ന എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയേണ്ടി വന്നു. ഇതല്ലേ സത്യം? ഇല്ല, ഒളിച്ചു വെക്കാൻ എനിക്ക് രഹസ്യങ്ങളൊന്നുമില്ല. ഇല്ലേ ഇല്ലേ? ഡോക്ടർ ഗോപകുമാറും നീയുമായി സ്നേഹമായിരുന്നില്ലേ? എന്തുകൊണ്ട് ആ വിവരം നീ എന്നോട് പറഞ്ഞില്ല? അത് വിവാഹത്തിന് മുൻപുള്ള കാര്യമാണ്. വിവാഹത്തിന് മുൻപ് ആണിനും പെണ്ണിനും എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ ഉണ്ടായെന്നിരിക്കാം. അത് പരസ്പരം പറയുന്നത് നല്ലതല്ല. അതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല. വിവാഹത്തിന് ശേഷം അത് ആവർത്തിച്ചാൽ ഞാൻ കുറ്റക്കാരിയാണ്. നീ നിന്റെ കാമുകനെ ഇവിടെ വിളിച്ചു വരുത്തി ഈ വീടിന്റെ അപ്സ്റ്റേറിൽ താമസിപ്പിച്ചില്ലേ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ അയാളെ വിളിച്ചു വരുത്തിയിട്ടില്ല. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വിശ്വസിക്കും. ഞാൻ അങ്ങയുടെ വിശ്വസ്തയായ ഭാര്യയാണ്. വിശ്വസ്തയായ ഭാര്യ? അന്നിന്റെ കുഞ്ഞിനെ ഗർഭത്തിൽ കൊണ്ട് നടക്കുന്നതാണോ വിശ്വസ്തയായ ഭാര്യ? നീ ഇത്തരക്കാരിയാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞാണ് നിങ്ങളെ വിശ്വസിപ്പിക്കേണ്ടത്? നമ്മുടെ ബിന്ദുമോളെ കഴിയെങ്കിലും ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ബിന്ദുമോൾ? നമ്മുടെ മോൾ? അവളെയും നിന്റെ കാമുകൻ നിനക്കെന്ന സമ്മാനമല്ലെന്നുള്ളതിന് എന്താണ് തെളിവ്? എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താ പറഞ്ഞത്? ഓർക്കാൻ പോലും മറപ്പുള്ള കാര്യം എന്നെ കൊണ്ട് വീണ്ടും വീണ്ടും അത് പറയിക്കരുത്. മോളെ, എന്താ മോളെ? ഞാൻ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. കോടതിയിൽ അങ്ങനെയൊക്കെ പറയണമെന്ന് അച്ഛൻ നിർബന്ധിച്ചപ്പോൾ വേണ്ടെന്ന് എതിർത്തവരാണ് ഞാൻ. പക്ഷേ അച്ഛൻ സമ്മതിച്ചില്ല. നിന്റെ ഭർത്താവിനെ തൂക്കിക്കൊല്ലാതിരിക്കണമെങ്കിൽ നീ അങ്ങനെ പറഞ്ഞേ പറ്റൂന്ന് അച്ഛൻ പറഞ്ഞപ്പോഴും ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്നതേ ഉള്ളൂ. അവൻ എന്റെ മകനാണ്. നിന്നെ രക്ഷിക്കാൻ വേണ്ടി അവൾ നുണ പറഞ്ഞതാണ്. അത് ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം എന്നൊക്കെ അച്ഛൻ ഉറപ്പ് പറഞ്ഞിട്ടല്ലേ കോടതിയിൽ ഞാനത് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ ഭർത്താവ് രക്ഷപ്പെട്ടു. പക്ഷേ ഞാൻ ഇന്ന് കൊലക്കയറിലാണ്. കൊലക്കയറിൽ തൂങ്ങിക്കിടന്ന് പിഴയാണ് അച്ഛാ. അങ്ങനെയാണ് സംഗതിയല്ലേ? മോള് വിഷമിക്കാതിരിക്കും. ഞാൻ അവനെ പറഞ്ഞ് ശരിയാണ്. നീ എവിടെ പോകുന്നു? എങ്ങോട്ടെങ്കിലും പോകുന്നു. ഏതായാലും ഇവിടെ വയ്യ. എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാൻ. അത് ഇനി ഒരു ദിവസമാകാം. എനിക്ക് നപ്പം സ്വസ്ഥതയാണ് ആവശ്യം. വിഡ്ഢിത്തം കാണിക്കരുത്. എന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ നിർബന്ധിച്ചുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ കോടതിയിൽ പറഞ്ഞത്. അവളെ അവിശ്വസിച്ചാൽ ദൈവകോപം ഉണ്ടാവും. ഈ തന്ത്രമൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായം എനിക്കില്ല അച്ഛൻ. തന്ത്രം? അതെ, ഞങ്ങളെ തമ്മിൽ യോജിപ്പിക്കാനുള്ള തന്ത്രം. ഇനി എന്തെല്ലാം തന്ത്രങ്ങൾ അച്ഛൻ പ്രയോഗിച്ചാലും ഞങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടാൻ പോകുന്നില്ല. ഞാനൊരു പുരുഷനാണ് അച്ഛൻ, ആത്മാഭിമാനമുള്ള പുരുഷൻ. അതിലെനിക്ക് അഭിമാനമുണ്ട് മോനെ.
പക്ഷെ നിന്റെ ഭാര്യയെയും അച്ഛനെയും വിശ്വസിക്കാനുള്ള നല്ല മനസ്സുകൂടി നിനക്കുണ്ടാകണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നത്? കോടതിയിൽ നിന്റെ ഭാര്യ പറഞ്ഞത് മുഴുവൻ നുണയാണ്. അത് നീ വിശ്വസിക്കണം. ശരി, അച്ഛന് വേണ്ടി ഞാൻ ഇത് വിശ്വസിച്ചു തരുന്നു. പക്ഷെ എന്തിനു വേണ്ടിയാണ് പറഞ്ഞത്? നിന്നെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ. ഇതിനേക്കാൾ ഭേദം മരണമായിരുന്നില്ലേ അച്ഛൻ? കോടതിയിൽ എത്രയോ ആളുകളുടെ മുമ്പിൽ വെച്ച് പരസ്യമായി എന്നെ തേജോവധം ചെയ്തിട്ട് എന്തിനാണ് അച്ഛൻ എന്നെ രക്ഷിച്ചത്? ഭാര്യ എന്ന് പറയുന്നവൾ പഴയ കാമുകന്റെ കുഞ്ഞിനെയും വയറ്റിലിട്ടുകൊണ്ട് ഭർത്താവിനെ രക്ഷിച്ചിരിക്കും. ഞാൻ ഈ നാട്ടിൽ ജീവിക്കണ്ടേ അച്ഛ? ഞാൻ മനുഷ്യരുടെ മുഖത്ത് നോക്കട്ടെ? ഇതിനേക്കാൾ ഭേദം കോടതിയിൽ വെച്ച് എന്നെ വെടിവെച്ച് കൊല്ലാമായിരുന്നില്ലേ അച്ഛ? എന്നെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞു എന്നിട്ട് ഞാൻ വിശ്വസിക്കണമത്രേ. ഇതൊന്നും എന്നെ കിട്ടില്ല അച്ഛ. ഇപ്പൊ തൃപ്തിയായില്ലേ? എന്റെ കണക്ക് തെറ്റിപ്പോയി മോളെ. അച്ഛന്റെ കണക്ക് തെറ്റിപ്പോയി. പക്ഷേ ഞങ്ങളുടെ കുടുംബമാണ് തകർന്നത്. അവനെങ്ങോട്ടാണ് പോയെന്ന് നോക്കൂ. മോള് വിഷമിക്കാതിരിക്കും. അവനെവിടെ പോയാലും ഞാൻ കൊണ്ടുവരും. നിങ്ങളുടെ കുടുംബം യോജിപ്പിക്കേണ്ട കടമ എന്തിനാണ് മോളെ? എന്തിനാണ്? ഹലോ, ഗുഡ് ഈവനിങ്. ഹോട്ടൽ വെസ്റ്റ് റൂം നമ്പർ 3. റൂം നമ്പർ 7. വരൂ സർ. സാർ, ടീ ഓർ കോഫി? നോ. കൂൾ ഡ്രിങ്ക്സ്? നോ. എന്ത് സൗകര്യം വേണമെങ്കിലും ചെയ്തു തരാം. സാർ ഗോപി എന്നൊന്ന് വിളിച്ചാൽ മതി. മനസ്സിലായില്ല. അല്ല, സാറിന് രാത്രിയിൽ കൂട്ടിനാരെങ്കിലും വേണമെങ്കിൽ You get out. Idiot. നിങ്ങളുടെ ഗർഭത്തിലുള്ള കുഞ്ഞിന്റെ അച്ഛൻ ജയദേവനാണോ ഗോപകുമാറാണോ എന്ന് നിങ്ങൾക്ക് നിശ്ചയമുണ്ടോ? അമ്മേ, അച്ഛനെവിടെ? അച്ഛൻ അമ്മ എന്തിനാ കരയുന്നത്? ഒന്നുമില്ല മോളെ. Hello. Please give me the number 2233. ഹലോ 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 ഹലോ, ആരാത്? എന്താ ഒന്നും മിണ്ടാത്തത്? ഹലോ ഹലോ ഹലോ, ആരാണമ്മേ? ആരാണെന്ന് പറയുന്നില്ല മോളെ. അച്ഛനായിരിക്കും, ഞാൻ വിളിക്കാം. ഹലോ, അച്ഛനാണോ? ആരാണെന്നും പറയുന്നില്ലമ്മേ. അയ്യോ അമ്മേ, ഡോക്ടർ മാമൻ. ഇനി തുറക്കാവുന്നതല്ലേ ഉള്ളൂ. നിങ്ങളിപ്പോ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം? നിങ്ങളുടെ ഭർത്താവിനെ എനിക്കൊന്ന് കാണണം. അദ്ദേഹം ഇവിടെ ഇല്ല. എവിടെ പോയി? അറിയില്ല. എനിക്ക് കൂടുതൽ സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഞാനൊരു കൊലപ്പുള്ളിയാണ്. നിങ്ങൾ അവിടെ പോകുന്നുണ്ടോ? ആ, ഇനി ഞാൻ വന്ന കാര്യം പറയാം. പണ്ട് നമ്മൾ സ്നേഹമായിരുന്നല്ലോ. കുഞ്ഞു നിൽക്കുന്നു. ജോയിനയുടെ മകളല്ലേ, ഭയപ്പെടണ്ട. അല്ലെങ്കിലും പറയാൻ പാടില്ലാത്തൊന്നും നമ്മുടെ ബന്ധത്തിലുണ്ടായിരുന്നില്ലല്ലോ. അത് എന്റെ നന്മ കൊണ്ടല്ല, സുലോചനയുടെ സ്വഭാവശുദ്ധി കൊണ്ടാണ്. പക്ഷേ നമ്മുടെ വിവാഹം നടന്നില്ല. എന്റെ കുറ്റം കൊണ്ട് തന്നെയാ. സമ്മതിച്ചു.
സുലോചനയെ മറ്റൊരാൾ വിവാഹം കഴിച്ചു, നിങ്ങൾക്കൊരു കുട്ടിയുണ്ടായി. എന്നിട്ടും വിധി വിടാൻ ഭാവമില്ല. വർഷങ്ങൾക്ക് ശേഷം യാദൃച്ഛികമായിട്ടാണെങ്കിലും ഞാൻ താമസിക്കാൻ എത്തിയത് നിങ്ങളുടെ അഫയേഴ്സിലാണ്. ഇതൊക്കെ ഇപ്പൊ എന്തിനു പറയുന്നു? പറയാം. നമ്മൾ രണ്ടുപേരും ഒരേ കെട്ടിടത്തിൽ മാസങ്ങളോളം താമസിച്ചിട്ടും പരസ്പരം കണ്ടിട്ടില്ല. കാണാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. നിങ്ങളും ശ്രദ്ധിച്ചിരിക്കണം. എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാ കോടതിയിൽ പറഞ്ഞത്? പത്രങ്ങൾ വായിച്ചാണ് ഞാൻ എല്ലാം അറിഞ്ഞത്. സ്വന്തം ഭർത്താവിനെ ആപത്തിൽ നിന്ന് രക്ഷിക്കാനാണെങ്കിലും സ്വയം ആപത്തിൽ ചെന്ന് വീഴുന്ന തരത്തിലുള്ള നുണകൾ പറയണമായിരുന്നു. ഏതായാലും ആ 25,000 രൂപ ഞാൻ തന്നാണെന്നല്ലേ കോടതിയിൽ പറഞ്ഞത്. അതിങ്ങോട്ട് വേണം. അതിനാ ഞാൻ വന്നത്. ആ രൂപ തരാൻ പറ്റില്ല. അത് രജനി എന്നെ ഏൽപ്പിച്ച രൂപയാണ്. അവിടെ കഥ കഴിഞ്ഞില്ലേ? ഇനി ആ രൂപ എന്റെ കയ്യിൽ തന്നാ മതി. രജനിയുടെ സഹോദരൻ കൽക്കട്ടയിൽ നിന്ന് വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയാണ് അത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ തരില്ല. തരില്ലേ? ഇല്ല. എന്ത് പറഞ്ഞാലും ഞാൻ ആ പണം തരില്ല. ഈ രൂപയ്ക്ക് വേണ്ടി ഒരുത്തിയെ ഞാൻ വെടിവെച്ചു വന്നു. ഇനി മറ്റൊരുത്തിയെ കൂടി വെടിവെച്ച് കൊല്ലുമെന്നായിരിക്കും. എന്നെ അങ്ങനെയൊന്നും ഭയപ്പെടുത്തണ്ട. വരുന്ന ആരായാലും ശരി, ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം പൊട്ടുന്ന വെടി കുട്ടിയുടെ തലക്കായി. പരിഭ്രമിക്കണ്ട. ഇപ്രാവശ്യം കേസ് കാര്യങ്ങൾക്കൊന്നുമല്ല വന്നത്. ഒന്ന് അഭിനന്ദിക്കാനാണ്. ആ പണം ഒരു സ്ത്രീ നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാണെന്ന് പറഞ്ഞത് ആരും വിശ്വസിച്ചില്ല. ഒരു പുരുഷൻ രഹസ്യമായി സമ്മാനിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വിശ്വസിച്ചു. ഇതാണ് ലോകം. അത് മനസ്സിലാക്കി നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. താങ്ക് യു. നിങ്ങൾ കോടതിയിൽ അങ്ങനെ ഒരു നുണ പറഞ്ഞതിനുണ്ടായ നേട്ടം രണ്ടാണ്. ഒന്ന്, നിങ്ങളുടെ ഭർത്താവ് കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. മറ്റൊന്ന്, ഞങ്ങൾക്ക് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ആരാ കുറ്റവാളി? ആരാ കൊന്നത്? ഒരു ടാക്സി ഡ്രൈവറാണ് കുമാരൻ. അയാൾ അറസ്റ്റ് ചെയ്തു. പണം തിരിച്ചു. സുരജനെ പോലീസിന് ഫോൺ ചെയ്യും. ഹലോ, പോലീസ് സ്റ്റേഷൻ.
മോളെ 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 സുലോചനെ എന്നോട് ക്ഷമിക്കും. തെറ്റിദ്ധാരണകളിൽ നീങ്ങി നിങ്ങൾ വീണ്ടും ഒരുമിച്ച് കണ്ടതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഭർത്താവാകുന്ന ദേവന് അർപ്പിക്കപ്പെടുന്ന നിവേദ്യമാണ് വിശ്വസ്തയായ ഭാര്യ. അവൾ ഒരിക്കലും സംശയിക്കരുത്. പരസ്പരം സ്നേഹിക്കുക, വിശ്വസിക്കുക. നിങ്ങളുടെ കുടുംബജീവിതം എന്നും വിജയമായിരിക്കും. പാദസരമണിയുന്ന പമ്പാനദി, ഭദ്രദീപമേന്തുന്ന സന്ധ്യാസഖി. പാദസരമണിയുന്ന പമ്പാനദി, ഭദ്രദീപമേന്തുന്ന സന്ധ്യാസഖി.